മാർക്കറ്റിംഗ് ഇല്ലാണ്ട് ഇനി ഇനി നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനോ മുന്നോട്ട് പോകാനോ സാധിക്കില്ല. 1000 ആളുകളിൽ 6 പേര് മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് മാറാറുള്ളൂ എന്നുള്ളൊരു സ്റ്റഡി ഉണ്ട്. അങ്ങനെ നോക്കുമ്പം എങ്ങനെയാണ് ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറുക? ഒരുപാട് യൂത്ത് ഇന്ന് ഒരുപാട് ഐഡിയാസും കൊണ്ട് വരുന്നുണ്ട്, നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട് പല സമയത്തും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ്, ബേസിക് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ സെറ്റ് ഓഫ് സ്കിൽസിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഹാഷ് ബ്രോ നല്ലൊരു എന്റർപ്രണർ ആണോ? ഞങ്ങൾ ഒരിക്കലും പറയില്ല ഞങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിനെ ഞങ്ങൾ സക്സസ് ആക്കി തരും എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലും നെപ്പോട്ടിസം എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് സൈഡിൽ കാണുന്ന ആളുകളല്ലേ കൂടുതൽ. ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ എററിനെക്കാളും പിന്നെ 0.0001% എററേ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വരാൻ ചാൻസ് ഉള്ളൂ. ഒരു ബിസിനസ് റൺ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉള്ളത് ഒരു ന്യൂ കമർക്കല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെടില്ലേ? സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും. പക്ഷെ ആർക്ക് നഷ്ടപ്പെടും? ഹലോ, വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് വൈസ് അപ്പ് പോഡ്കാസ്റ്റ്. ഇത് നമ്മുടെ കൂടെയുള്ളത് ബിയോണ്ട് ദി ബിസിനസ് എന്ന ബിസിനസ് കൺസൾട്ടിംഗ് ഫേമിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹാഷ് റുസ്മാനാണ്. സോ ബിസിനസ് തുടങ്ങി ഒരുപാട് ആളുകൾക്ക്, ബിസിനസ് തുടങ്ങി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക്, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ച് ഒരുപാട് കാലമായിട്ട് അതിന്റെ പാഷനൊക്കെ ആയിട്ട് അതിന്റെ പുറകെ നടക്കുന്ന ഒരുപാട് ആളുകൾക്കൊക്കെ ഒരുപാട് ഇൻസൈറ്റ്സ് ഈ ഒരു എപ്പിസോഡിൽ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗ്രാബ് എ കോഫി, സിറ്റ് ബാക്ക്, റിലാക്സ്, ലെറ്റ്സ് ലേൺ ടുഗദർ. ഹായ്. ഹായ്. സോ നമ്മുടെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് ആരാണ് ഹാഷ് റുസ്മാൻ ബ്രോ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു ബിസിനസ് കൺസൾട്ടിങ് എന്ന് പറഞ്ഞ് ഒരു ബിസിനസ്സുകാർ നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ സർവീസാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയും. ലൈക്ക് ബിസിനസ് കൺസൾട്ടിങ് എന്നുള്ളതിലൊക്കപ്പുറം നമ്മളൊരു വിഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറയാം. ഓക്കെ. ബിയോണ്ട് ദ ബിസിനസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന സംഭവം, ഒരു ഓൺട്രപ്രണർ എങ്ങനെ ഫ്രീ ആയിട്ട് അയാളുടെ ബിസിനസ് ലൈഫിൽ ഒരു ഫ്രീഡം എങ്ങനെ എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർക്ക് അവരുടെ ലൈഫിനെ എങ്ങനെ എൻജോയ് ചെയ്യാം. പലപ്പോഴും ഓൺട്രപ്രണേഴ്സ് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും, പിന്നെ അവരുടെ ഫാമിലി ലൈഫിലാണെന്നുണ്ടെങ്കിലും അതെ. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ടൈമില്ല, ഉം. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതെ, ഒരു ബിസിനസ് എംപയർ തന്നെ ഉണ്ടാക്കി വെച്ചാലും അദ്ദേഹം മെന്റലി ഭയങ്കര അതെ, അവർക്ക് അത് stressful ആയിരിക്കും. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം ഭയങ്കരമായിട്ട് ഇന്ന് നാട്ടില് ആളുകളുടെ ഇടയിൽ ചർച്ചയാവുന്ന ഒരു വിഷയം അതെ. കൂടിയാണ്, ഫാമിലികളുടെ ഇടയിൽ ചർച്ചയാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഉം. ലൈക്ക് ആ ഒരു പെയിൻ പോയിന്റിന് എന്ത് റിലീഫ് നമുക്ക് കൊടുക്കാൻ പറ്റും? ലൈക്ക് നമ്മൾ ഇത്രയും കാലം ലൈക്ക് ഒരു കൺസൾട്ടേഷൻ ലെവലിലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ട്, ലൈക്ക് ക്ലയൻസിനൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ് ആളുകളുടെ ബിസിനസ്സിലേക്കും ആളുകളുടെ ലൈഫിലേക്കും കൊണ്ടുവരാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ആലോചനയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ബിയോണ്ട് ദ ബിസിനസ്സിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉം. ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് തന്നെ ബിസിനസ്സിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും ബിയോണ്ട് ദ ബിസിനസ്സിലേക്ക് വരികയും ചെയ്തത്. ഓക്കെ. അപ്പൊ ഹാഷ് ബ്രോ പഠിച്ചതും ഒക്കെ എവിടെയായിരുന്നു? എങ്ങനെയായിരുന്നു അത് ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ആക്ച്വലി ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. യുകെയിൽ നിന്ന് MBA കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി ബിസിനസ് ഡെവലപ്മെന്റ് തന്നെ ആയിരുന്നു വർക്ക് ചെയ്തത്. ഒരു 5 വർഷത്തോളം എക്സ്പീരിയൻസ് ബിസിനസ് ഡെവലപ്മെന്റിലുണ്ട്. നമ്മൾ ഓൺ ബിസിനസ്സുകൾ ഇപ്പോഴും റണ്ണിങ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ആ സിസ്റ്റത്തിലൂടെ ഓട്ടോമൈസേഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആക്കി എടുക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ നമ്മളെ ബിസിനസ്സിൽ എന്റെ ആവശ്യം ഇന്നും എന്റെ ബിസിനസ്സുകളിൽ ഇല്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വാസ്തവം. ഓക്കെ. ഒരു ബിസിനസ് അപ്പം പ്രോപ്പറായിട്ട് റൺ ചെയ്ത് അതിന്റെ പെയിൻ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ബിസിനസ് കൺസൾട്ടിങ് എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കുറച്ചും കൂടി എളുപ്പമായിരുന്നു. മാത്രമല്ല ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ്സുകൾ പഠിക്കാനും ബിസിനസ്സുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു. പിന്നെ നമുക്ക് വളരെ അടുത്ത മെന്റേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്ന ആളുകളും നല്ല നല്ല ബിസിനസ് സക്സസ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നവരും അങ്ങനത്തെ ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ വളരെയധികം നമുക്ക് ചെറുപ്പം മുതലേ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹാഷ് ബ്രോ കേട്ടിട്ടുണ്ടോന്നറിയില്ല, ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്രകാരം 1000 ആളുകളിൽ 6 പേര് മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് മാറാറുള്ളൂ എന്നുള്ളൊരു സ്റ്റഡി ഉണ്ട്. യെസ്. അങ്ങനെ നോക്കുമ്പം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറുക? ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രോ പറഞ്ഞതുപോലെ തന്നെ 1000 പേരിൽ, അതായത് 0.006% ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ,
ഓൺടർപ്രണറിയൽ സ്കില്ലേ ഉള്ളൂ. സ്കില്ലുള്ളൂ. അതായത് ഓൺടർപ്രണർഷിപ്പ് ഈസ് എ സ്കിൽ. ഉം. നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഉം. നിങ്ങൾക്ക് അത് ഇൻബോൺ ആയിട്ട് ഉണ്ടാവാം. ഉം. ഇത്രയും സ്കിൽസിനെ, അതായത് ഒരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല്, ഉം. പുതിയ ഒരു ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കില്ല് ഓക്കെ. എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ലിനെ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരാള് സ്വാഭാവികമായിട്ടും ഒരു എംപ്ലോയിൽ നിന്നും ഓൺടർപ്രണർ ആയിട്ട് മാറേണ്ടതാണ്. നമ്മളിപ്പം ഈ സെറ്റ് ഓഫ് സ്കിൽസിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഹാഷ് ബ്രോ നല്ലൊരു എന്റർപ്രണർ ആണോ? ഒബ്വിയസ്ലി ഞാൻ പറയുമ്പം ഐ എം എ വെരി ഗുഡ് എന്റർപ്രണർ. ഉം. ലൈക്ക് ഇൻ ദ സെൻസ് ഓഫ് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് ഞാൻ വളരെ അധികം സക്സസ് ആണ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനത് പറയാനുള്ള കാരണം സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഞാൻ അറിയാതെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന 4 ടീമിനെ ഞാൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഉം. ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 4ഓളം ബിസിനസ്സുകൾ ഓൾറെഡി ഓക്കെ. ലൈക്ക് ഇൻ ദ വേൾഡ്, ലൈക്ക് ഉം. യുകെയിലാണെന്നുണ്ടെങ്കിലും ഉം. ദുബായിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ആണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി റണ്ണിങ് ആണ്. ഉം. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ഈവൻ ഗോ ടു ദ പ്ലേസസ് ഉം. ടു ലുക്ക് ഫോർ ദ ബിസിനസ്. ഉം. എന്താണ് ബിസിനസിന്റെ സിറ്റുവേഷൻ ഉം. എന്നുള്ളത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഉം. എനിക്ക് വൈകിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ടൈം ഒക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോണിൽ റിപ്പോർട്ട് വരുന്ന റിപ്പോർട്ട്സ് മാത്രം നോക്കിയാൽ ചെക്ക് മതി. ചെയ്താൽ മതി. ഉം. ഓക്കെ. ദാറ്റ്സ് വൈ ഐ എം നല്ലൊരു എന്റർപ്രണർ സക്സസ്ഫുൾ. ആവണമെങ്കിൽ നല്ലൊരു സിസ്റ്റം ആണ് അവിടെ. നല്ലൊരു സിസ്റ്റം എന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫും എൻജോയ് ചെയ്യാൻ പറ്റണം, ഉം. നിങ്ങളുടെ ഫാമിലി ലൈഫും എൻജോയ് ചെയ്യാൻ പറ്റണം, ഉം. ഫ്രണ്ട്സിന് ടൈം കൊടുക്കണം. ഉം. അതുപോലെ തന്നെ ദ വെരി നെക്സ്റ്റ് പീപ്പിൾ നീഡഡ് യു, ഉം. അവർക്കും നിങ്ങൾക്ക് ടൈം കൊടുക്കാൻ പറ്റണം. ഉം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ടൈം കൊടുക്കാൻ പറ്റണം. ഹൗ ക്യാൻ യു ബി ആൻ എന്റർപ്രണർ എന്ന ചോദ്യത്തിന് ഹാഷ് ബ്രോ പറഞ്ഞത് എനിക്ക് കുറച്ച് സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസ് അക്യൂർ ചെയ്ത ആളുകൾക്കൊക്കെ ഒരു ഓണ്ടർപ്രണർ രീതിയിലേക്ക് വളരാം എന്നുള്ളതാണ്. പക്ഷേ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ചുകൂടി എളുപ്പമല്ലേ ഒരു പുതിയൊരു സിസ്റ്റം, ഒരു ബിസിനസ്സിലേക്കുള്ള സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാനും അതിന് ഒരു ബിസിനസ് റൺ ചെയ്യാനൊക്കെ അയാളത് കണ്ടു വളർന്നത് കൊണ്ട് തന്നെ അയാൾക്ക് കുറച്ചുകൂടി അത് വലിയ ചലഞ്ചല്ലല്ലോ. ശരിക്കും ഒരു ബിസിനസ് റൺ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉള്ളത് ഒരു ന്യൂ കമർക്കല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉം. ഒരു ന്യൂ കമർ ആവാം, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് സ്റ്റോൾ ആയിട്ടുള്ള ഒരു ഫേമിന്റെ ഉം. ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സോൾ എന്റർപ്രണർക്കും ഒരു ഓൺടർപ്രണർക്കും മെയിൻലി ലൈക്ക് അധികവും കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യാറ് ഒരു MSME കാറ്റഗറിയിലുള്ള ബിസിനസ് ഓണേഴ്സ് ആണ്. ഓക്കെ. അതിലും ഇപ്പം വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോൾ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ലൈക്ക് പ്യൂർലി നമുക്ക് പറയാം വൺ മാൻ ഷോ, ഞാനാണ് എല്ലാം, നമ്മുടെ ബിസിനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഉം. ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ഉം. ഇവർക്കാണ് നമ്മൾ പലപ്പോഴും നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ട് ഉം. ലൈക്ക് ഒരു തേർഡ് പാർട്ടിന്റെ അപ്രോച്ച് ഇവർക്ക് കൊടുക്കണം. കാരണം നമ്മളെ പോലത്തെ ഒരാളെ അവരെ ഫേമിൽ ഹയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ, എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അവരെ ഫേമിൽ ഫുൾ ടൈം ആയിട്ട് ഹയർ ചെയ്യേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. ലൈക്ക് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് ഡെവലപ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ മാർക്കറ്റിൽ ഇന്ന് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള കൺസൾട്ടൻസ് ഒരുപാട് മാർക്കറ്റിലുണ്ട്. ഇനി വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് ഒരു നെപ്പോ കിഡ്സിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ വളരെയധികം ആളുകൾ ലൈക്ക് അടുത്ത തലമുറക്ക് വേണ്ടി ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് അതെ. അടുത്ത തലമുറക്ക് ബിസിനസ് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. അതെ, അതെ. ലൈക്ക് ഞാനൊരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് എന്റെ മകന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് എന്റെ വിഷനിൽ ഇപ്പോഴേ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വരുന്ന പല ഓൺടർപ്രണേഴ്സും അവരുടെ വിഷൻ ഈസ് ലൈക്ക് അവരുടെ തോട്ട് പ്രോസസ്സ് നമ്മളെക്കാളൊക്കെ ഒരു 10 ടൈംസ് ഹയർ ആയിട്ട് പോകുന്നുണ്ട്. അതെ, അതെ. കാരണം ഈ പിള്ളേർക്ക്, ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ അവർ കൊടുക്കുന്നുണ്ട്, നല്ല എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. അവര് ചിലപ്പം പുറത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ 1-2 വർഷം വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ദേ ആർ ടേക്കിംഗ് ദം ടു ദെയർ ബിസിനസ്. ലൈക്ക് അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പോലും അപ്പോഴാണ്. ഇപ്പോഴാണെങ്കിലും നെപ്പോട്ടിസം എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് സൈഡിൽ കാണുന്ന ആളുകളല്ലേ കൂടുതൽ. ഞാൻ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുക. കാരണം ഇപ്പോ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, നമ്മളൊക്കെ കണ്ടെടുത്തോളം പലരും UK-ലും അതുപോലെ തന്നെ US-ലൊക്കെ പോയിട്ട് ബിസിനസ്സിനെ പഠിക്കുകയും അതിനെ എക്സ്പീരിയൻസ് ചെയ്യും. അവിടെ ഒരു ഫേമിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടൊക്കെ ലൈക്ക് ഒരു റെസ്റ്റോറന്റിൽ ഈവൻ വർക്ക് ചെയ്താൽ പോയിഞ്ഞാലും ഒരു റെസ്റ്റോറന്റിൽ ഈവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു സിസ്റ്റത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഒരു ലോക്കൽ റെസ്റ്റോറന്റിൽ പോലും അവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിനെ ഇവിടെ കൊണ്ടുവന്ന് അഡാപ്റ്റ് ചെയ്ത് ഇവരുടെ ബിസിനസ്സിലേക്ക് അതിനെ ഇൻപുട്ട് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നുണ്ട്. ആൻഡ് ദീസ് കിഡ്സ് ആർ റെഡി ടു ഡു ദാറ്റ്. ലൈക്ക് നമ്മൾ ഒരുപാട് ലൈവ് എക്സാമ്പിൾസ് നമ്മളെ മാർക്കറ്റിൽ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ഫേമസ് ബിസിനസ്മാൻ. കേരളത്തിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരുപാട് കാലം ഇവിടെ ഈ ഹോട്ടലിലൊക്കെ വെയിറ്ററൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ട് ശേഷം തിരിച്ചു പോയിട്ട് പിന്നെ അയാൾ ആ ബിസിനസ് അപ്പിയറൻസിൽ ഇവിടെ വന്നിട്ട്
അവിടെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നത് യുഎഇന്നും അതെ, യെസ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസിൽ യൂറോപ്യൻ നിന്നൊക്കെയുള്ള കൺട്രീസിന് പല അതെ കാര്യങ്ങളും നമ്മളിവിടെ ഇംപ്ലിമെന്റ് അതെ ചെയ്ത് അതെ തുടങ്ങിയിട്ട് തന്നെയാണ് കാരണം യു കേരളത്തിൽ എയിൽ ഒരു ഡെവലപ്മെന്റ് ഗൾഫ് ഉണ്ടായത്. കൺട്രീസിലൊക്കെ മോസ്റ്റ്ലി ലൈക്ക് മുമ്പൊക്കെ യൂറോപ്യൻ കമ്പനീസ് ഒക്കെ ഒരുപാട് വന്നിട്ട് ഉം, ഉം, അവരുടെ സിസ്റ്റം ലൈക്ക് അവിടെ വളരെ ഡിഫറെന്റ് ആണ്. ഉം, കാരണം ഉം. ടൈമിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുകയും ഉം, ആ ടൈമിന് ലൈക്ക് ഈവൻ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും എംപ്ലോയർ ആണെന്നുണ്ടെങ്കിലും ഉം, ടൈമിന് വാല്യൂ കൊടുത്ത് വാല്യൂ ഫോർ ദ മണി പ്രൊഡക്റ്റ് അവർ 1 അവർ ഇഫ് സമൺ ഈസ് വർക്കിംഗ് 1 അവർ ഫോർ ദം ഉം, ദേ ഹാവ് ടു ഗെറ്റ് ദ റിസൾട്ട് ഫോർ ദാറ്റ് 1 അവർ. ഉം, ഒരു ഓക്കെ. മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കണം. ഉം. പിന്നെ എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും അതാണ്. ഇവിടെ ഉം, ഇവിടെ നാട്ടിലൊക്കെ പൊതുവെ നമ്മൾ എംപ്ലോയീസിന് ഒരു പ്രോപ്പർ മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉം, ഉം. എംപ്ലോയീസ് പലപ്പോഴും വന്ന് ലൈക്ക് അവരുടെ ടൈം 8 മണിക്കൂർ ഓഫീസ് ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉം. അവർ ചിലപ്പോൾ ഒരു 5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പ്രോപ്പറായിട്ട് ഉം. അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട ആവശ്യം ആവശ്യം. വരാറുള്ളൂ ഉം, പലപ്പോഴും. ഉം, ലൈക്ക് അവരുടെ അവർ ടാസ്ക് ആ ടൈമിനുള്ളിൽ തന്നെ ആക്ച്വലി തീരുന്നതായിരിക്കും. ഇരുന്നുണ്ട്. ഉം, ഇനി അതിലും ഫാസ്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റും. ഉം. ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഹെൽപ്പ് ഉണ്ട്. ഒരുപാട് ലൈക്ക് നമ്മളിപ്പം നമ്മളെ പല ക്ലയൻസും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് പറയല് ഉം. നിങ്ങളൊക്കെ ലൈക്ക് നല്ലൊരു പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഹയർ ചെയ്ത് വെച്ചോളൂ. ഉം, ഉം. ഉം. കാരണം ഇപ്പം തന്നെ ഹയർ ചെയ്ത് അതെ, അതെ. വെക്കുന്ന സമയത്ത് ലൈക്ക് ആഫ്റ്റർ 1 or 2 years ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ മുമ്പ് നമ്മൾ ഇ കൊമേഴ്സ് വന്ന പോലെ ഉം. അടിച്ചു തൂത്ത് വാരി അതെ, എടുക്കും. അതെ, അതെ അതെ. അതെ അപ്പം നമുക്ക് ഒരുപാട് ടൈം അതിൽ സേവ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. പറ്റും. കോസ്റ്റ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഉം. ഒരു ഹ്യൂമൻ ബ്രെയിനിന്റെ എററിനെക്കാളും പിന്നെ 0.0001% എററെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വരാൻ ചാൻസ് ഉള്ളൂ. ഉം, മാത്രമല്ല ഒരു ആഫ്റ്റർ 10 years ഉള്ള ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് റിപ്പോർട്ടൊക്കെ ഉം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു 10 minutes കൊണ്ട് ഉണ്ടാക്കിയെടുക്കും നമ്മളെ പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട്. ഉം. അപ്പൊ ഒരുപാട് എംപ്ലോയ്മെന്റ്സ് അതായത് ഒരുപാട് എംപ്ലോയീസിനുള്ള തൊഴിൽ അവിടെ നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെടുന്നുണ്ട്. പൊതുവെ ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഉള്ളതുകൊണ്ട് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെടില്ലേ എന്നുള്ളത്. അതെ. സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും. പക്ഷെ ആർക്ക് നഷ്ടപ്പെടും? ഉം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുക ഉം. എന്നറിയാത്ത എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെടും. ഉം. അതായത് ഒരു കോളേജ് കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറി അയാൾക്കൊരു ജോലി അപ്ഗ്രേഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മാനേജറിയൽ ലെവലിലേക്ക് വരുന്ന ഒരു എംപ്ലോയി എപ്പോഴും ഒരു MBA ഹോൾഡർ ആയിരിക്കണം അറ്റ്ലീസ്റ്റ്. ഉം. അതാണ് അതിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഓക്കെ. സംഭവം. ലൈക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ അടുത്ത ലെവലിൽ നിങ്ങളെ ജോബിലേക്ക് പോകണോ? ഉം. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ ആയിരിക്കണം. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാൻ അറിയുന്ന ഉം. ഉം. ഒരു എംപ്ലോയി ആയി നിങ്ങൾ മാറേണ്ടി വരും. ഈ മാറ്റത്തിന്റെ കൂടെ തന്നെ നമ്മളും അത് അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്യാനുള്ള ചെയ്യും ഒരു ഇത്. സ്വാഭാവികമായിട്ടും. അതായത് ഇപ്പം ഈ ചാറ്റ് GPT വെരി ബേസിക് ആയിട്ട് ഉം, നമുക്ക് അറിയുന്ന പിന്നെ ഒരു LLM ആണ് ചാറ്റ് GPT. ഉം, ഉം. ലാർജ് ലാംഗ്വേജ് മോഡൽ. ഉം, ഈ ചാറ്റ് GPT ആളുകൾ യൂസ് ചെയ്യുന്നത് തന്നെ വളരെ ഡിഫറെന്റ് ഉം. കൈൻഡിലാണ്. ലൈക്ക് ഞാൻ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്നു അതെ, അതെ, അതെ. എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത്. യെസ്. നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ചിലപ്പം വേറെ രീതിയിലായിരിക്കും. ഉം, ഉം. ലൈക്ക് ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാം എന്നുള്ളതിനപ്പുറം ഉം. ഒരു 100 തവണ ലൈക്ക് 100x ടൈംസ് ലൈക്ക് നമുക്ക് എന്താക്കാൻ പറ്റും? ഉം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് യെസ്. ചെയ്തിട്ട് ലൈക്ക് ഈ LLMs ഒക്കെ യൂസ് ചെയ്തിട്ട് ഇന്ന് ഇപ്പൊ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഇറ്റ്സ് ആ, ക്വൈറ്റ് സിമ്പിൾ. ലൈക്ക് അതെ. അതെ അതെ ഒരു 10 ക്ലിക്കോട് കൂടി വി ആർ ഗെറ്റിംഗ് അതെ ഇമെയിൽസ്. അതെ. മുമ്പ് നമ്മൾ ഇരിക്കണമായിരുന്നു ഒക്കെ ഒരാൾ ഡ്രാഫ്റ്റ് ഇരുന്ന് ചെയ്യാൻ. അതെ. ഡ്രാഫ്റ്റ് ചെയ്ത് മെറ്റീരിയൽ ഉണ്ടാക്കി കറക്ഷൻ ഉം, ഉണ്ടോ നോക്കിയിട്ട് ഉം. വേണമെങ്കിൽ അയക്കാൻ. യെസ്. ഇപ്പൊ അല്ലേ കംപ്ലീറ്റ്ലി എവറിത്തിങ് കെയിം ടു സിമ്പിൾ. ലൈക്ക് അതാണ് ഞാൻ പറയുന്നില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ യൂസിനെ ഇപ്പോഴേ നമ്മൾ എന്താക്കണം നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഇപ്പം തന്നെ ശ്രമിക്കണം. ശ്രമിക്കണം. അതെ. എന്നാലേ നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഉം. ലൈക്ക് നമ്മൾ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മള് വിൽ ബി ദ ബെസ്റ്റ്. യെസ്. നമ്മളിപ്പം ഈ AI എത്രയോ നമ്മളെ ടാസ്ക് സിമ്പിൾ ആക്കുന്നതിനെ പറ്റി പറഞ്ഞു. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിനൊക്കെ വരുന്ന പല ഗസ്റ്റും ശരിക്കും എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബിസിനസ്സിലുള്ള ഈ റിസ്ക് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാത്തിനുള്ള ടൈം കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ആ ഒരു ഫ്രീഡം ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു എന്റർപ്രണർ എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി ലൈക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഫ്രീഡം ഓഫ് ഓൺടർപ്രണർഷിപ്പ് ആണ് നമ്മളെ വിഷൻ എന്നായതുകൊണ്ട് തന്നെ ഉം. നമ്മളൊരു ഫോർമുല നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ 11 to 1 ഫോർമുല എന്നാണ് ആക്ച്വലി ഓക്കെ. അതിന് പറയാം. ഇത് ബിയോണ്ട് ദ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത ഒരു ബിയോണ്ട് ദ ഫോമുല. ബിസിനസ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. നമ്മൾ ഇരുന്ന് ചിന്തിച്ച് ക്രിയേറ്റ് ആ ചെയ്തെടുത്തതാണ്. മേ ബി എറേഴ്സ് അതിൽ ആ എറേഴ്സ് ഉണ്ടാവാം. ഓക്കെ. പക്ഷേ ഇറ്റ്സ് പ്രൂവൺ. ഉം. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻസ് വളരെ ഹാപ്പിയർ ആയി ലൈക്ക് ഉം. അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമുലയാണ് ആക്ച്വലി അത്. ഉം. അതായത് ഒരു ഓൺടർപ്രണർ 12 മാസം അല്ലെങ്കിൽ 24/7 365 ഡേയ്സ് വർക്ക് ചെയ്യുന്നതിനപ്പുറം ഉം. 11 മാസം വർക്ക് ചെയ്താൽ മതി. ഉം. ഒരു മാസം കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ. നിങ്ങളുടെ ഫാമിലിക്ക് ടൈം കൊടുക്കുക. ഉം. ഫ്രണ്ട്സിന് ടൈം കൊടുക്കുക. ഉം. ഇപ്പം ഇതിൽ പലപ്പോഴും പല ഓൺടർപ്രണേഴ്സും ഈ കാര്യം പറയുമ്പോൾ തന്നെ
ലൈക്ക് എനിക്കിത് പറ്റില്ല എന്ന് പറയാനുള്ള വളരെ വലിയൊരു ഈവൻ കാര്യം അവരൊരു ആബ്സെൻസ് എന്താക്കും ബിസിനസിനെ ചിലപ്പോ ആ സ്കെയിൽ ചെയ്യാൻ പോകുന്നിടത്ത് നേരെ ഡൗണിലേക്ക് ഡൗൺ ആവോ പോകും എന്നുള്ളത് എന്നുള്ളൊരു ടെൻഷൻ അത് വരും. അവിടേക്കാണ് ആ ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ് ഓൺടർപ്രണേഴ്സ് എന്തിനൊരു കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യണം ഉം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്തിനു അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് ഉം, നിങ്ങളെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ അയാളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ അയാൾ ആക്ച്വലി ചെയ്യേണ്ടത് ഇതിനെ ഡെലിഗേറ്റ് ചെയ്യും ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യണം ഉം, ബിസിനസ് ഓട്ടോമേഷൻ നടന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട്സ് വരുന്ന രീതിയിൽ ഉം, ആ ബിസിനസ്സിനെ ഓട്ടോമൈസ് ചെയ്യാൻ പറ്റും ഉം, അതൊരു കടല വിൽക്കുന്ന ഒരാൾക്ക് പോലും പറ്റുന്ന ഒരു കാര്യമാണ് ഒരാൾ നടന്ന് കടല വിൽക്കുമ്പോഴേ ഇത് പ്രശ്നമുള്ളൂ അതെ ഒരു 10 ആളെ കൊണ്ട് കടല വിൽപ്പിക്കുമ്പോൾ ഉം. സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് ഇയാൾക്ക് ഉം, അയാൾക്ക് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കാം ബാക്കി 9 പേര് വിറ്റിട്ടുള്ള പൈസ ഇയാൾ അക്കൗണ്ടിലേക്ക് ഉം, വന്നോളും എന്നുള്ള ലൈക്ക് ആ ഒരു ബേസിക് സ്ട്രാറ്റജി വെച്ചിട്ട് ഉം, എന്താക്കാൻ പറ്റും പല ബിസിനസ്സിനെയും നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ലൈക്ക് വളരെ ഓട്ടോമൈസേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓട്ടോമൈസേഷനിൽ കൊണ്ടുവരും ഇപ്പം പല MSMEയിലും നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്റ്റാഫ്ഡ് ആയിരിക്കും ഉം, ലൈക്ക് എല്ലാത്തിലേക്കും ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്തിനാണ് നമ്മൾ സ്റ്റാഫിനെ എടുക്കുന്നത് ഉം, സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ വെറുതെ ഒരു സെയിൽസിലേക്ക് ഒരു സെയിൽസ് സ്കിൽ ഇല്ലാത്ത ഒരു സ്റ്റാഫിനെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അയാളെ ഒരു സൈഡിൽ പോയിട്ട് ചിലപ്പോൾ ഫോൺ അതെ കളിക്കായിരിക്കും അതെ അതെ ലൈക്ക് ഒരു റിസൾട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യരുത് ഒരു ഹയറിംഗ് ഷുഡ് ബി പ്രോപ്പർലി ഡൺ വിത്ത് ആൻ HR ഒരു HR ആ സ്റ്റാഫിന്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് നോക്കി ആ ഡെസിഗ്നേഷന് വേണ്ടിയിട്ടാണ് ഒരു സ്കില്ലിനെ സ്വാഭാവികമായിട്ടും ആ പൊട്ടൻഷ്യലിനെ ആ ബിസിനസിന്റെ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് അതാണ് ബേസിക്കലി ലൈക്ക് ആൻഡ് നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ടും ഹാഷിറിനെ അല്ല ഹയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഖിലിനെ അല്ല ഹയർ ചെയ്യേണ്ടത് ഇവരാരെയല്ല നിങ്ങൾ ഹയർ ചെയ്യേണ്ടത് നിങ്ങൾ ഹയർ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട്സ് മാനേജർ ആയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് പേഴ്സണലിനായിരിക്കണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആയിരിക്കണം ഏത് profession ആണോ? സ്റ്റാഫിനായിരിക്കണം അതെ. ഹയർ ചെയ്യേണ്ടത് അതില് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ സ്കിൽഡ് ആയിട്ട് ആ ഡെസിഗ്നേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ല് അല്ലെങ്കിൽ അയാളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ആളെ മാത്രമേ ഹയർ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ബിസിനസ് മാൻ പ്രോപ്പർ ആയിട്ട് അയാൾക്ക് ബിസിനസ്സിൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പറ്റും അതായത് ഉം. അവിടെയാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പൊ നിങ്ങളൊരു ലീഡ്സ് ജനറേറ്റ് ചെയ്തു ഉം. സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ലൈക്ക് 2025 അല്ലെങ്കിൽ 2024 മുതൽ ഒരു ലേറ്റ് 2020s മുതലൊക്കെ നമുക്ക് ബിസിനസ് ആഫ്റ്റർ കോവിഡ് തന്നെ പറയാം ആഫ്റ്റർ കോവിഡ് ബിസിനസ് പല ഓൺടർപ്രണേഴ്സും നമ്മളെ അടുത്ത് പറയുന്ന ഒരു വലിയ പ്രശ്നം കോവിഡ് കഴിഞ്ഞിട്ട് ബിസിനസ് വലുതായിട്ടില്ല ബിസിനസ് വളരെ ഡള്ളാണ് ഞാൻ അങ്ങനെ പറയുന്നതിനോട് പലപ്പോഴും പറയാറ് നിങ്ങൾ കോവിഡ് വരെയുള്ള ബിസിനസ്സിനെയാണ് ഇപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ കോവിഡ് തുടങ്ങുന്നതിന് മുന്നിലുള്ള ബിസിനസ്സിനാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നത് സ്ട്രാറ്റജീസ് മാറ്റുക നിങ്ങളുടെ സ്ട്രാറ്റജീസ് മാറ്റിയിട്ട് കോവിഡ് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ഡിജിറ്റലി കൂടുതൽ എൻഗേജ്മെന്റ് വന്ന് തുടങ്ങി അപ്പം ആ ഒരു ബിസിനസ് ഓണർക്ക് തന്നെ അയാളെ സ്ക്രീൻ ടൈം നോക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ഡിഫറൻസാ അതെ 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 ലൈക്ക് പത്രം വായിക്കുന്ന പോലും ഉണ്ടാവില്ല യൂട്യൂബ് ആയിരിക്കും രാവിലെ എണീച്ച് News നോക്കുക അല്ലെങ്കിൽ കാണാറുണ്ടാവില്ല. ഫേസ്ബുക്ക് ആയിരിക്കും നോക്കുന്നുണ്ടാവുക ഇൻസ്റ്റഗ്രാം ആയിരിക്കും സ്ക്രോൾ ചെയ്യുന്നുണ്ടാവുക ഉം. അപ്പൊ ഇത്രയും സ്ക്രീൻ ടൈം ഇത്രയും ഡിജിറ്റൽ എക്സ്പോഷർ ഉള്ള സമയത്ത് നിങ്ങൾ എന്തിനാണ് ലൈക്ക് ബാക്കിയുള്ള രീതിയിലേക്ക് പോകുന്നത് പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ കുറച്ചും കൂടി ഡിജിറ്റൽ എക്സ്പോഷറിലേക്ക് വൺ ടച്ചിലേക്ക് നിങ്ങളെ പ്രോഡക്ട്സിനെ സെല് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ പ്രോഡക്റ്റിന് നിങ്ങളെ സർവീസസിനെ അത് താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏജൻസീസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ ഗോ ഗെറ്റ് ദം ആൻഡ് പേ ദം they'll give you results അഡാപ്റ്റ് ന്യൂ ടെക്നോളജി അഡാപ്റ്റ് ന്യൂ ടെക്നോളജി അതാണ് വളരെ ബേസിക് ആയിട്ട് ഉം. ആളുകൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് കഴിഞ്ഞിട്ട് ബിസിനസ്സിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ബിസിനസ് എല്ലാ കാലവും ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് നമ്മളെ സ്ട്രാറ്റജീസ് എപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നു അന്നാണ് നമ്മൾ ആ മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ ഒരുപാട് ബ്രാൻഡ്സ് നല്ല ബ്രാൻഡ്സ് MSMEയിലൊക്കെ നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഇന്ന് മാർക്കറ്റിൽ നല്ല സ്പേസസ് ഒക്കെ എടുത്തിട്ടുണ്ട് ലൈക്ക് ID നെല്ലറൊക്കെ പോലത്തെ ബ്രാൻഡുകളൊക്കെ ലൈക്ക് പെട്ടെന്ന് അഡാപ്റ്റേഷൻസ് മാർക്കറ്റിൽ ഉം, ഉം, ഉം. കൊണ്ടുവന്നിട്ടുണ്ട് അവര് നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരൊക്കെ പാക്കേജിംഗ് ഒക്കെ വളരെ യുണീക്ക് അതെ. ഇപ്പൊ നെല്ലറ പാക്കേജിംഗ് റീസെന്റ് കേരളം പുട്ടടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതെ അതായത് ക്യാമ്പയിൻ ഇത്രയും കാലം UAE ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു ബ്രാൻഡ് കേരളത്തിലേക്ക് റീഎൻട്രി ചെയ്യാണ് അന്നേരം അവർ ഒരു ക്യാമ്പയിൻ പോലെ റൺ ചെയ്ത് കേരളം അതെ. പുട്ടടിക്കുന്നു റൈറ്റ് സോ അതുപോലെയുള്ള ഇന്നോവേറ്റ് അത് തന്നെ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പം നിലവിൽ വരുന്ന പണ്ട് കാലത്തൊക്കെ ആളുകൾ വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് റിവാമ്പ് ചെയ്ത പോലെ സിനിമകളുടെ ടൈറ്റിലിനെ വെച്ചിട്ട് അവരുടെ അതെ. ബ്രാൻഡിനെ അവർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഒരു പ്രത്യേക രീതി ഇപ്പം പുഷ്പയിലും റൈഫിൾ ക്ലബിലും ഒക്കെ അതെ. അങ്ങനെയുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ പലപ്പോഴും ആളുകള് നമ്മളിപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ എന്റർപ്രണേഴ്സിന്റെ കേസാണ് അധികം ഉം. ലൈക്ക് ഒരു 2-3 ടീമുള്ള ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പ് പലപ്പോഴും നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ചാൻസസ് കൂടുതലാണ് കാരണം ലൈക്ക് അവരിരുന്ന് ചർച്ച ചെയ്യും അവരേക്ക് ഒരു 4ാമതൊരാളും കൂടി കൊണ്ടുവരാനൊക്കെ
ശ്രമിക്കുകയും പലപ്പോഴും ചെയ്യാറുണ്ട്, ഓക്കെ. നമ്മൾ കാണാറുണ്ട്. ഉം, ഉം. പക്ഷെ ഒരു സോളോ എന്റർപ്രണർ ലൈക്ക് അയാളെ തലയിലായിരിക്കും എല്ലാ ബിസിനസ്സും കിടക്കുന്നത്. ഉം, ഉം. മാർക്കറ്റിംഗ് പുള്ളിയായിരിക്കും ചെയ്യുന്നത്, സെയിൽസ് പുള്ളിയായിരിക്കും ക്ലോസ് ചെയ്യുന്നുണ്ടാവുക പലപ്പോഴും, ഉം. ഓപ്പറേഷൻസ്, HR ഇതൊക്കെ പുള്ളിയായിരിക്കും ചെയ്യുന്നത്. അപ്പം ലീക്കേജസിന് ചാൻസസ് കൂടുതലാണ്. ഓക്കെ. ഒരു ബിസിനസ്സിൽ പല ലീക്കേജസും സംഭവിക്കാം. നമ്മൾ കണ്ണെത്താത്ത രീതിയിൽ ലീക്കേജസ് സംഭവിക്കാൻ നമുക്ക് ഉം, ചാൻസസ് ഉം, കൂടുതലാണ്. ലൈക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അയാൾക്ക് ഇതൊന്നും നോക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ഉം, ഉം. പുള്ളിയുടെ മൈൻഡ് നാളെ ഷോപ്പ് തുറക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് നാളെ പോയിട്ട് ഓഫീസ് തുറക്കണം, നാളത്തെ ക്ലയൻസിന് ഡീൽ ചെയ്യണം, ഉം, ഉം. അത് ക്ലോസ് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, സെയിൽസ് വേണം എന്നുള്ളതായിരിക്കും. അവിടെ ഒരു ബ്രാൻഡ് പ്ലേസ്മെന്റ് നോക്കുന്നുണ്ടാവില്ല. ഇതിന്റെ ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് പുള്ളി നോക്കുന്നുണ്ടാവില്ല. ഉം. ലൈക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ആളുകൾ ചിന്തിക്കേണ്ട, ലൈക്ക് ഒരു ഓൺടർപ്രണർ ചിന്തിക്കേണ്ട വളരെ ബേസിക് തിങ്, ലൈക്ക് യു ഹാവ് ടു എഡ്യൂക്കേറ്റ്, യു ഹാവ് ടു എന്റർടൈൻ. ഉം. ഇത് രണ്ടും നിങ്ങൾ കൊടുക്കാൻ ഒരുമിച്ച് ശ്രമിക്കണം, കൊണ്ടുപോകും. ഒരുമിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്താണോ അതവിടെ വർക്ക്ഔട്ട് ആവുള്ളൂ. നമുക്ക് പലപ്പോഴും ക്ലയൻസ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് ഉം. നമ്മളടുത്ത് പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങളൊന്ന് മിഡിൽ മാൻ ആയിട്ട് നിൽക്കണം. അതായത് ഇപ്പം ഒരു ഏജൻസിയും ക്ലയന്റും തമ്മിൽ ആ, അതെ, അതെ. നിൽക്കുന്ന സമയത്ത് ഈ ക്ലയന്റിനെ സംബന്ധിച്ച് ക്ലയന്റ് ചിലപ്പോൾ ഏജ്ഡ് ആയിരിക്കും, ക്ലയന്റിന്റെ പലപ്പോഴും ടേസ്റ്റ് ഒക്കെ പഴയ രീതിയിലായിരിക്കും. മാത്രമല്ല ഈ ഏജൻസി കൊടുക്കുന്ന ലൈക്ക് ഇയാൾ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ റിട്ടേൺസ് ഉം. ഈ ഏജൻസി കൊടുക്കുന്ന ആഡ് കൊണ്ട് ഉണ്ടാക്കാൻ അതെ, അതെ. പറ്റുമോ എന്നുള്ളത് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പലപ്പോഴും വലിയൊരു ചലഞ്ചാണ്. ഉം, നമ്മൾ അതെ. ചെറിയ രീതിയിൽ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് സർവീസസ് ഒക്കെ ചെയ്തു ചെയ്യുന്ന- തുടങ്ങുന്നത് വലിയ ആ, ആ, പ്രീമിയം ബ്രാൻഡ്സിനൊക്കെ. പക്ഷെ ആ സമയത്താണെങ്കിലും ചില ക്ലയൻസിന്റെ റിക്വയർമെന്റ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു മിഡിൽ മാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സുഖമായിരുന്നു Right. കൺവേ ചെയ്യാൻ. റൈറ്റ്. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ക്ലയന്റ് വിചാരിക്കും ഇവർക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാനുള്ള അവരുടെ ലേസിനെസ് കൊണ്ടായിരിക്കും ഇവരിത് പറയുന്നത് അതെ, എന്നുള്ള രീതിയിലൊക്കെ അതെ. ചിന്തിക്കാൻ നമ്മൾ എത്രയൊക്കെ Convince കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും convince പലപ്പോഴും ചെയ്യാൻ- അത് അതെ, അതെ. സംഭവിക്കാറില്ല. സംഭവിക്കാറില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പിന്നെ അങ്ങനെ ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ച്വലി ആക്ട് ചെയ്യാറുണ്ട്. നമ്മള് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലയൻസ് ഒക്കെ നമ്മളടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് ആണത്. ഉം. വാല്യൂ ഫോർ ദ മണി ആയിരിക്കണം. സ്വാഭാവികമായിട്ടും നമ്മളൊരു 10 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ആ 10 രൂപയാണ് നമുക്ക് 1000 രൂപ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു വെരി ബേസിക് തിങ്. അപ്പം അവരുടെ ക്യാമ്പയിൻ എന്താണ്, ആളുകളെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ എന്റർടൈൻ ചെയ്യുന്നു, എങ്ങനെ എൻഗേജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ഒരു റിപ്പോർട്ട് ആക്കി തന്നെ നമ്മൾ അതെ. കൊടുക്കും. ഇതുപോലെ തന്നെ ഈ പുതിയ ട്രെൻഡിനോട് അഡാപ്റ്റ് ചെയ്യാനും പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് പറ്റില്ല. പറ്റില്ല. നമ്മൾ അതെ, അതെ. എന്തെങ്കിലും ചെയ്യുമ്പോൾ പക്ഷെ ഈ ഒരു ഇപ്പം സാധനം ആളുകള് വേണോന്നില്ല. പക്ഷേ ഉണ്ടല്ലോ ഈ ബി ദ ഡാഡ് നോട്ട് ദ ഹീറോ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയാറുണ്ട്. അതെ. അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും എൻ്റെ ബിസിനസിന്റെ മെയിൻ അട്രാക്ഷൻ ഞാനായിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇപ്പം ഈവൻ ഒരു പ്രോഗ്രാമിന് വരുന്ന കേക്ക് ഏത് ഡിസൈനിലായിരിക്കണം എന്ന് പോലും ഞാൻ ഡിസൈഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന പുതിയ അല്ലെങ്കിൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഇപ്പോഴും ഉണ്ട്. ബി ദ ഡാഡ് നോട്ട് ദ ഹീറോ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുന്ന സംഭവം ഉം. ലൈക്ക് അത് ബിസിനസിന്റെ അച്ഛനാവണം എന്നുള്ളതാണ്. അതെ. ലൈക്ക് അതൊന്നും അല്ല സംഭവം. ആ. സ്വാഭാവികമായിട്ടും ഈ ഡാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെലിഗേറ്റ്, ഓട്ടോമേറ്റ് ആൻഡ് ഡെവലപ്പ് എന്നാണ്. അതെ. അതായത് നിങ്ങളെ ബിസിനസിനെ എപ്പോഴും ഡെലിഗേറ്റ് ചെയ്യുക. ഉം, ഉം. നല്ല പൊട്ടൻഷ്യൽസിനെ നിങ്ങൾ അണ്ടറിലേക്ക് കൊണ്ടുവരിക. അതെ. നിങ്ങളെക്കാളും കഴിവുള്ള പൊട്ടൻഷ്യൽസിനെ നിങ്ങൾ എന്താക്കുക, Hire ചെയ്യും. ഹയർ ചെയ്യുക, ഉം, ഉം. നിങ്ങൾ അണ്ടറിലേക്ക് കൊണ്ടുവരിക. ഉം. അവർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് മാന്റെ കേപ്പബിലിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഓൺടർപ്രണർ ആവാനുള്ള സ്കില്ല് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ. അപ്പം അവര് ഈ 994 പെടുന്ന ആളുകളായിരിക്കും. ഉം, ഉം, പക്ഷെ അവരെ നമ്മളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഉം. അവർക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കൊടുക്കുക, ഉം. നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് ഉം. നമ്മളെ സിസ്റ്റത്തിന് എങ്ങനെ നമുക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരുടെ സ്കില്ലിനെ ബൂസ്റ്റ് ചെയ്യും. ബൂസ്റ്റ് ചെയ്യുക, അവരുടെ സ്കില്ലിനെ ബൂസ്റ്റ് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈലിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ജെൻസീസ് ഇപ്പം മോസ്റ്റ്ലി ലൈക്ക് നല്ല എംപ്ലോയീസ് എന്ന് പറയുന്നത് പലപ്പോഴും ജെൻസിയിൽ പെടുന്ന ആളുകളാണ്. ഉം, ഉം, ഉം. ഇവർക്ക് സാലറി ഒന്നല്ല മുഖ്യം. ഉം. ലൈക്ക് അവർക്ക് നല്ല ലൈഫ് സ്റ്റൈൽ വരണം, അവരുടെ ജീവിതത്തിൽ നല്ല ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുവരാൻ പറ്റണം, ഉം. അതിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റണം. ഉം, ഉം. അതുപോലെ തന്നെ ഫാമിലിക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കൊടുക്കണം. ലൈക്ക് ഉം. ആ ഒരു ഓറിയന്റേഷനിലാണ് പലപ്പോഴും ആളുകൾ എംപ്ലോയീസ് ഇപ്പം എന്താകുന്നത്, ഓ. അവരുടെ ലൈഫ് മുന്നോട്ട് തന്നെ നിൽക്കുന്നത്. അതെ, അതെ. അപ്പൊ അങ്ങനത്തെ നല്ല പൊട്ടൻഷ്യൽസിനെ കൊണ്ടുവന്ന് നമ്മളെക്കാളും കഴിവുള്ള പൊട്ടൻഷ്യൽസിനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയാം. ഉം, ഉം, ഉം. അവരെ യൂസ് ചെയ്തിട്ട് ഈ സിസ്റ്റത്തിനെ ഓട്ടോമൈസ് ചെയ്യാം, ഉം. കംപ്ലീറ്റ്ലി ഓട്ടോമൈസ് ചെയ്തിട്ട് ഈ ഓണറെ കയ്യിലേക്ക് റിപ്പോർട്ട് മാത്രം നോക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം നിങ്ങൾ ഇതുവരെ നിങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പല ക്ലയൻസിന്റെ അടുത്തും ഉം. നമ്മൾ ആ സിസ്റ്റം കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിക്കാറ്. ഉം. കാരണം ആ ഒരു സിസ്റ്റം വേണം എല്ലാ ബിസിനസ്സിലും. കംപ്ലീറ്റ് ഓട്ടോമൈസേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റണം. ഉം. കാരണം അത് ഓട്ടോമൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഓൺടർപ്രണർക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുള്ളൂ. കിട്ടുള്ളൂ.
കൂടുതൽ റിസർച്ചിലേക്കും ഡെവലപ്മെന്റിലേക്കും റിസർച്ചിലേക്കും ലൈക്ക് ഒരു R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഉം. ഓണ്ടർപ്രണർക്ക് ഒരു വിഷൻ ഉണ്ടാവും. അതെ ഒരു സ്കെയിൽ 1 ഇയർ ചെയ്യുന്നതിനെ പറ്റി എങ്ങനെ ഇത് സ്കെയിൽ ചെയ്യാം, ഉം. എങ്ങനെ എളുപ്പത്തിൽ ഇത് സ്കെയിൽ ചെയ്യാം ഉം. എന്നുള്ള ഒരു വിഷൻ ഉണ്ടാവും. ഉം. അപ്പോൾ പുള്ളിക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫണ്ട് അക്കൗണ്ട്സിലേക്ക് വരണം, ഉം. അക്കൗണ്ട്സിൽ ഫണ്ട് വന്നിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഓപ്പറേഷൻസ് വളരെ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് ഡെയിലി ഉം. നടക്കണം, ഉം. ഡെയിലി ആക്ഷൻസ് റുട്ടീൻസ് ആയിട്ട് നടക്കണം. ഉം. ഇതൊക്കെ റിപ്പോർട്ടായിട്ട് വൈകിട്ട് ഇപ്പം ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്ന ലൈക്ക് ആ ഒരു ഫ്രീഡം, ഉം. അതുപോലെ തന്നെ എൻ്റെ ക്ലയൻസിനും പിന്നെ ഫോണിലേക്ക് ഒരു റിപ്പോർട്ട് ആയിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ ഉം. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സിസ്റ്റംസ് ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കൺസൾട്ടൻസും ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം ഓക്കെ തന്നെയാണ്. നമ്മൾ സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഒരു ഫോർ എക്സാമ്പിൾ PCB ആയിക്കോട്ടെ. ഒരു പേഴ്സണൽ കെയർ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എനിക്ക് ആ ബ്രാൻഡിന് വേണ്ടി ഒരു മാർക്കറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അധികം ആൾക്കാർ ചിന്തിക്കും എന്നാൽ പിന്നെ ഒരു പ്രൊഡക്റ്റ് ആക്കണ്ട, ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യാം. 2-3 കാറ്റഗറി ഉള്ള സാധനങ്ങൾ അല്ല, ജസ്റ്റ് ഒറ്റ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഇതിൽ ഏത് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? ഏറ്റവും ലൈക്ക് നിങ്ങളൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾവേസ് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറ് ഉം. ലൈക്ക് ഇങ്ങനെ ഒരു പുതിയ സ്റ്റാർട്ടപ്പിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റിലേക്കൊക്കെ വരുന്ന എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറ്, നിങ്ങൾ ലൈക്ക് വെറുതെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. ഉം. നമ്മൾ ഒരു 0 to 10 സ്കെയിൽ എടുക്കുന്ന സമയത്ത് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം അറ്റ്ലീസ്റ്റ് 5. നിങ്ങൾ ഒരു 5 സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയിക്കോളൂ. ഉം. കാരണം അതിനുള്ള ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ മുന്നത്തെ പോലെ ഒരുപാട് കാലം ഇത് വളരോ എന്ന് ആലോചിച്ചിട്ട് ബിസിനസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്നില്ല. കാരണം ഒരുപാട് പ്രൊഡക്റ്റീവ് അനാലിസിസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നല്ല പൊട്ടൻഷ്യൽസ് ഉള്ള സ്കിൽസ് അവൈലബിൾ ആണ്. പിന്നെ എന്തിനാ നിങ്ങൾ ലൈക്ക് 0 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈക്ക് ജസ്റ്റ് ജംപ് ടു 5 ആൻഡ് സ്റ്റാർട്ട് ഫ്രം ദ 5. ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്ഡൊണാൾഡ്സ് വേൾഡ്സ് ലാർജസ്റ്റ് റെസ്റ്റോറന്റ് ചെയിൻ ആണ്. ഉം. അവര് ജസ്റ്റ് ഹാംബർഗേഴ്സും ഫ്രൈസും മാത്രമായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ഇവിടുന്നാണ് അവരെ മെനു വലുതാക്കിയത്. അതെ അതെ ലൈക്ക് ലേറ്റർ കം ടു ബർഗർ കിങ്, സെക്കൻഡ് ലാർജസ്റ്റ്. ബർഗർ കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ബർഗർ കിങ് കംപ്ലീറ്റ്ലി പൊട്ടി തരിപ്പണമായ ഒരു like ഒരു പൊസിഷനിൽ ബ്രാൻഡ് എത്തിയപ്പോഴാണ് ആ. ലൈക്ക് ഡാനിയൽ ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള CEO വന്നിട്ട് പുള്ളി എന്താക്കിയത് ഊപ്പർ ബർഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ മെനുവിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇപ്പോഴും നമുക്ക് ബർഗർ കിങ് ആലോചിക്കുന്ന സമയത്ത് അവരുടെ ഹോർഡിങ്സിലൊക്കെ ഉള്ള ഊപ്പർ ബർഗറാണ് കറക്റ്റ് നമ്മുടെ കണ്ണിൽ കണ്ണിൽ ഓർമ്മ വരിക. അത് വെച്ചിട്ട് അവർ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്തു. ആ ബ്രാൻഡ് ബിൽഡ് ചെയ്തു. ഉം. ആൻഡ് വിത്തിൻ എ സ്പാൻ ഓഫ് 8 months 8 മാസം കൊണ്ട് ആ ബ്രാൻഡ് പിന്നെയും പ്രോഫിറ്റിലേക്ക് വിത്ത് സിംഗിൾ പ്രൊഡക്റ്റ്. വിത്ത് എ സിംഗിൾ പ്രൊഡക്റ്റ്. മെനുവിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ പ്രൊഡക്റ്റ്. സോ ഫൈൻഡ് എ സിഗ്നേച്ചർ പ്രൊഡക്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ PCB ലാണെന്നുണ്ടെങ്കിലും ലൈക്ക് നല്ല ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് ഉം. സെൽ ദ അതർ തിങ്സ്. അപ്പം നല്ല റിസൾട്ട് തരുന്ന അതിന് ഒരു USP കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. യെസ്, മാർക്കറ്റിംഗ് ഒബ്വിയസ്ലി ഇറ്റ് ഷുഡ് ബി ദർ. മാർക്കറ്റിംഗ് ഇല്ലാണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനോ മുന്നോട്ട് പോകാനോ സാധിക്കില്ല. ഇതുവരെ ഇത്രയും കാലം നമുക്ക് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും മാർക്കറ്റിങ്ങിന് ഭയങ്കര സ്പേസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതെ അതെ ഒരു ചെറിയ പ്രോജക്റ്റുകൾക്ക് പോലും മാർക്കറ്റിങ്ങിന് ഭയങ്കര സ്പേസ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ലായിരുന്നു. ചെറിയൊരു ഫണ്ടൊക്കെ മാറ്റി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇനി അത് പോരാ. യു ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ലൈക്ക് എ ഗുഡ് എമൗണ്ട്. ലൈക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ ഓൾറെഡി നിങ്ങളെ ക്യാപിറ്റലിൽ ഓൾറെഡി ആഡ് ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മാർക്കറ്റിങ്ങിന് വരുന്ന ഫണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് മന്ത്ലി എത്ര പെർസെന്റേജ് ഓഫ് ദർ ഇൻകം ഓർ ഫ്രം ദർ ഓപ്പറേഷൻ കോസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം? അത് ഡിപ്പെൻസ് ആണ്. ലൈക്ക് നിങ്ങളെ ബ്രാൻഡിനെ എങ്ങനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എത്ര ഫാസ്റ്റിൽ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ബ്രാൻഡ് പ്ലേസ്ഡ് ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഓറിയന്റഡ് ആണോ നോക്കുന്നത്? ബിസിനസ് രണ്ട് രീതിയിലും ചെയ്യാം. ബ്രാൻഡ് പ്ലേസ്മെന്റിലേക്കും ചെയ്യാം, സെയിൽസ് ഓറിയന്റഡ് ആയിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി സെയിൽസ് നടക്കുക, പ്രോഫിറ്റ് വരിക, ഡെയിലി ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ബിസിനസ് നടത്താം. ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ആ ബ്രാൻഡിനെ ഈ പറഞ്ഞ പോലെ ലൈക്ക് നമ്മൾ അടുത്ത ജനറേഷൻസിലേക്ക് കൊടുക്കാനും ആ ബ്രാൻഡ് കാലാകാലങ്ങളായിട്ട് നിലനിർത്താനും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്, എത്ര ടൈം സ്പാനിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്? 1 year എടുത്തിട്ട് ചെയ്താൽ മതിയോ, 10 വർഷം എടുത്തിട്ട് ചെയ്താൽ മതിയോ? അപ്പം അത് ഡിപ്പെൻസ് ആണ്. അത്ര അതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് 1 year കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബ്രാൻഡ് പ്ലേസ്മെന്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. യു ഹാവ് ടു സ്പെൻഡ് മോർ
more money on that. Maybe you have to ഉം. spend 100% of you have to reinvest 100% ഉം, of your ഉം. income. Like 90s ആക്ച്വലി ആമസോൺ വളരെ ലോസിലായിരുന്നു പോയത്. അതെ അതെ, അതെ. വളരെ ലോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they just came to ആമസോൺ profit ഒരു on വലിയ ഡിപ്പ് ഉണ്ടായിരുന്നു അവർ 20ന്റെ ഫസ്റ്റിലാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ലൈക്ക് e-commerce. അവര് പ്രോഫിറ്റിലേക്ക് വന്നത്. ഉം, ലൈക്ക് ഒരു ഇന്റർവ്യൂ ആക്ച്വലി ഈ അടുത്ത് നമ്മൾ കണ്ടു, ഉം, യൂട്യൂബിലും കണ്ട് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. പുള്ളിയുടെ ജെഫ് ബെസോസിനെ ഇരുത്തിയിട്ട് അവർ നോക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ചിരിക്കുക. ഉം, എന്താണ് ഇത് ലോസിൽ ഇങ്ങനെ പോകാനുള്ള കാരണം, നിങ്ങൾ വലിയ കമ്പനി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്റർവ്യൂവർ പറയുന്ന സമയത്ത് അതെ, ഇറ്റ്സ് ബേസിക്കലി സ്ട്രാറ്റജി. വി ആർ റീഇൻവെസ്റ്റിംഗ് ഓൺ ഉം, കസ്റ്റമേഴ്സ്. ഉം, ഉം. കസ്റ്റമേഴ്സിന് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഉം. അവര് ഞാൻ ആക്ച്വലി ആമസോണിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ആമസോണിൽ Okay. വെയർ ഹൗസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഉം, ഉം, അപ്പം എനിക്കത് പറയാൻ ഒരു മടിയുമില്ല. ഉം. കാരണം യുകെയിലൊക്കെ പോയി ഉം. നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഇങ്ങനത്തെ വെയർ ഹൗസുകളിൽ Part-time അതെ, works അതെ, ഒക്കെ. അതെ. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ആൻഡ് അതെ. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. ഒരു ഉം. കമ്പനി, ഒരു വലിയ കമ്പനി ആയിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അവരെ എംപ്ലോയിയെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ആമസോൺ അറിയാം. ഉം, ഉം, ഉം. ഉം, ഉം. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് യു. Okay. നമുക്ക് എന്തെങ്കിലും ഒരു മിസ്ബിഹേവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉം. ഒരു ബാഡ് എക്സ്പീരിയൻസസോ അവിടുന്ന് ഉണ്ടോ ഉം. എന്നുള്ളത് അവർ നോക്കാറുണ്ടായിരുന്നു ഉം, ആക്ച്വലി. ഉം. Okay. ലൈക്ക് അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ആ സെയിം സിറ്റുവേഷൻ ആണ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. ഉം, ഉം, കസ്റ്റമേഴ്സിന്റെ ഉം. അടുത്തേക്ക് വരുന്ന സമയത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റിന് അവർ 100% ക്വാളിഫൈഡ് ആക്കി ഉം, ഉം, കൊണ്ടുവരികയാണ് ഉം. ചെയ്തിരുന്നത്. നിയർലി 10 ഇയേഴ്സ് അവർ റീഇൻവെസ്റ്റ് ചെയ്തു. ഉം. 10 ഇയേഴ്സോളം അവർ ഈ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് ആൻഡ് നൗ വാട്ട്സ് ഹാപ്പനിങ്. നമുക്ക് എന്ത് വേണം? നാളെ ഒരു സാധനം കിട്ടണം, ഉം, നമ്മളൊരു ഉം. മൈക്ക് വേണം, അതെ. നമ്മൾ ഡയറക്ട്ലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ആമസോൺ, ഫ്ലിപ്കാർട്ട്. They prepare for it. അവര് നമ്മളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്താക്കി, Okay. 10 വർഷം മുന്നേ ശ്രമിച്ചു. ശ്രമിച്ചു Reinvest ഞാൻ ചെയ്യാൻ. ആക്ച്വലി ലൈക്ക് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഒരു 20 ഇയേഴ്സിന് ആഫ്റ്റർ എന്ത് സംഭവിക്കുന്നുള്ളത് ഉം. ഇപ്പോഴേ ഒരുപക്ഷെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഉം, Okay. ഉം. ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഉം, ഉം. സെപ്റ്റോ ഒക്കെ പോലത്തെ അതെ, അതെ. ഒരുപാട് 8 മിനിറ്റ് കൊണ്ടൊക്കെ ഡെലിവറി കിട്ടുക, ഉം, ഉം. 6 മിനിറ്റ് കൊണ്ട് 8 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഡെലിവറി കിട്ടുക എന്ന് ഉം, ഉം. പറയുന്നത് അത്രയും കൺവീനിയൻസിനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. കൺവീനിയൻസിനെ അവിടെ സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഡ്രോൺ ഡെലിവറി ഒക്കെ ഓൾറെഡി ഒരു പ്ലാൻഡ് ആണല്ലോ. ആണ് ഡ്രോൺ ഡെലിവറി പല എനിക്കത് പല യൂറോപ്പിലൊക്കെ പല ഓൾറെഡി കൺട്രീസിലും ഉണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്യാനിപ്പം റീസെന്റ് ഇപ്പം ഞാൻ ആക്ച്വലി ന്യൂസ് കണ്ടു. ഉം. അവർ പല സിറ്റീസിലും എനിക്ക് തോന്നുന്നു ലണ്ടൻ സിറ്റി ആണെന്ന് തോന്നുന്നുണ്ട്, അവർ ഇനിയിപ്പം നെക്സ്റ്റ്ലി ടാർഗറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഉം. അവർ ട്രയൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഉം. ആഷിർ ബ്രോ ഇപ്പോൾ പറഞ്ഞു നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ബിസിനസ് പോകുന്നത്. അതായത് ബ്രാൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, സെയിൽസ് ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അപ്പോഴും കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ? നമ്മൾ എങ്ങനെ അവിടെ ഒരു നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമറിനെ നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കും? അതെ, അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു സംഭവം, ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്തോ ഉം. ഇനിയിപ്പം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് പറ്റിയില്ല, ഉം. ഇനിയും നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു വിഷൻ. ഉം. ഒരു വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ എപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഉം. അത് എന്താണ് എന്നും ഏതാണെന്നും നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് ടൈപ്പ് ആയിരിക്കണമെന്നും ഉം, ഉം. കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പോലും നിങ്ങൾക്ക് വിഷനിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം. Okay. സോ ഇപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ ക്വാളിറ്റി ഒട്ടും നോക്കാണ്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. കണ്ടിട്ട് അതുപോലെ തന്നെ പ്രൈസ് മാത്രം നോക്കും. അതെ, വളരെ ലൈക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയാൽ മതി, അതിന് ഉം. ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നമല്ല. ഉം, ഉം. സെക്കൻഡ് ലൈക്ക് കുറച്ച് ക്വാളിറ്റിയും വേണം, ചെറിയ പ്രൈസ് Price. കുറവും വേണം എന്നുള്ള ഒരു കസ്റ്റമർ ബേസ് സ്വാഭാവികമായിട്ടുണ്ട്. അതെ, അതെ. ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു ദ തേർഡ്, ലൈക്ക് ക്വാളിറ്റി ഷുഡ് ബി ബെസ്റ്റ്, ഉം, ഉം. പ്രൈസ് ഈസ് ഓക്കെ, ലൈക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കസ്റ്റമർ ബേസും ഉണ്ട്. ഉം, ഉം. ഫോർത്ത് വൺ ഈസ് ലൈക്ക് അവർ ലോയൽ കസ്റ്റമേഴ്സ്. ഉം. അവർ ഇന്ന് നമ്മൾ എന്ത് പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അവർ വാങ്ങാൻ തയ്യാറാണ്. Okay. കാരണം അവർ നമ്മളെ ബ്രാൻഡിൽ വിശ്വസിച്ചിട്ടാണ്, നമ്മളെ ബ്രാൻഡിൽ ട്രസ്റ്റ് തന്നിട്ടാണ് ആക്ച്വലി നമ്മളെ അടുത്തേക്ക് വരുന്നത്. ഉം, ഉം, ഉം. സോ നിങ്ങളെ കസ്റ്റമേഴ്സിനെ ഏതിൽ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ആദ്യം വിഷനിൽ തന്നെ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യണം. ഉം, ഉം, ഉം. നിങ്ങൾക്ക് ഒരു നെഗോഷിയേഷൻ ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉം. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്, അങ്ങനത്തെ ഒരു സർവീസ് ആണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കസ്റ്റമർ ബേസിലേക്ക് പോവാം. പോവാം. സെക്കൻഡ് വൺ ഓൾസോ യു ക്യാൻ ചൂസ്. Yes. തേർഡ് വൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റിനെ കൊണ്ടുവിടാം, ഉം, ഉം. ഏറ്റവും നല്ല പ്രോഡക്റ്റിനെ കൊണ്ടുവരാം, ഉം. അല്ലെങ്കിൽ നല്ല റിസോഴ്സസിനെ കൊണ്ടുവന്ന് നല്ല സർവീസസ് കൊടുക്കാം. ഉം. അവിടെ ഒരു നെഗോസിയേഷന്റെ ഒരു ഫാക്ടർ ഒന്നും വരാൻ ചാൻസ് ചാൻസ് ഇല്ല. ഇല്ല. അപ്പം ലോയൽ കസ്റ്റമേഴ്സ് ഈസ് ഓൾവേസ് ലൈക്ക് അവർ ഓൺ നമ്മൾ എന്ത് കൊടുത്താലോ നമ്മൾ എന്ത് കൊടുത്താലും അവർ ആക്സെപ്റ്റഡ് ആണ്. കാരണം അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും ഓൾറെഡി. ലൈക്ക് നമ്മൾ ബ്രാൻഡ് ഇത്രയെങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളെ നമുക്ക് തരുള്ളൂ Deliver ചെയ്യുള്ളൂ എന്നുള്ള ഒരു ബേസിക്കലി അതൊരു സംഭവമാണ്. സോ ഉം, ഉം. അതാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു വരുന്നത്. നമ്മൾ
ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ കമർ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ കാണുന്നുണ്ടെങ്കിലും ഉം. ലൈക്ക് ഡെവലപ്മെന്റിലേക്ക് പോകുന്ന സമയത്തും നിങ്ങൾ എന്താക്കുക, ഉം. നിങ്ങളുടെ കസ്റ്റമർ ബേസ് എന്താണെന്നുള്ളത് ഓൾറെഡി ബിസിനസ് ഓണേഴ്സ് പ്ലാൻ ചെയ്തിരിക്കണം. പ്ലാൻ ചെയ്യണം നമ്മൾ ഏത് കസ്റ്റമർക്കാണ് പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എന്നുള്ളതും ആ കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് വരെ നമ്മളെ വിഷനിൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണം. നമ്മള് ഇപ്പം കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്താലും ഈ കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് ഈയിടെയായിട്ട് ഭയങ്കര കൂടുതലാണ്. ഇപ്പം മെറ്റ ആഡ്സ് ആയാലും ഗൂഗിൾ ആഡ്സ് ആയാലും ഒക്കെ. അപ്പൊ ഈ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ അവിടെ റീറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? അതിനെന്തെങ്കിലും ലൈക്ക് ടിപ്സ് ഉണ്ടോ? ഒരു കസ്റ്റമർ റീറ്റെയിനിങ് എന്ന് പറയുന്നത് ഇപ്പൊ കസ്റ്റമർ അക്വസിഷനിലേക്ക് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. കസ്റ്റമർ അക്വസൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് ആണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞല്ലോ, അതെ. നല്ല കോസ്റ്റ് ആണ്. കാരണം ഇത് മാർക്കറ്റ് ചെയ്യണം, ലീഡ്സ് ജനറേറ്റ് ചെയ്യണം, നമ്മൾ എത്ര ടൈം സ്പാനിലാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ബ്രാൻഡിനെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. ലൈക്ക് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി അത്ര വരും. ഈ നമ്മളെ അടുത്തേക്ക് വന്ന കസ്റ്റമറെ നമ്മളെ എങ്ങനെ ലോയൽ കസ്റ്റമർ ആക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. കാരണം പിന്നീട് ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് നമുക്ക് വരാൻ പാടില്ല. സോ ബേസിക്കലി ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെ പ്രോപ്പർലി നമ്മളെ ബിസിനസ്സുമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആ കസ്റ്റമറെ പ്രോപ്പർലി ബിസിനസ്സുമായിട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ ഇൻട്രസ്റ്റ് എന്താണെന്നടക്കം കംപ്ലീറ്റ്ലി ദർ ഷുഡ് ബി എ ഡാറ്റാബേസ് ഓൺ അവർ സെർവർ. നമ്മളെ സെർവറിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി പിന്നീട് നമ്മളൊരു പ്രോഡക്റ്റിനെ പുതിയൊരു സർവീസിനെ കൊണ്ടുവരിക. ഈ കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു മേക്ക് ഇറ്റ് റീച്ച് ടു ഹിം അല്ലെങ്കിൽ ഹിം ഓർ ഹെർ. അവരിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഓൾറെഡി അക്വസൈറ്റ് ചെയ്ത കസ്റ്റമർ ആണ്. ആ കസ്റ്റമേഴ്സിനെ വീണ്ടും 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 നമ്മൾ ലോയലാക്കി നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അവർക്ക് വേണ്ട പ്രോഡക്ട്സ് കൊടുക്കുക. ഇപ്പം സെയിൽസിലൊക്കെ പലപ്പോഴും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കസ്റ്റമറെ പെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് പലപ്പോഴും മനസ്സിലാവും. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു അനാലിസിസ് മന്ത്ലി ശരിക്കും ഒരു അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ സെല് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. വെറുതെ ഈ സെയിൽസ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റാഫിനെയൊക്കെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ലൈക്ക് അവരൊരു ഗ്യാതറിംഗ് ഒക്കെ വെക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് ലൈക്ക് അവരെ പെയിൻ പോയിന്റ്സ് എന്താണ്, കസ്റ്റമേഴ്സ് എന്ത് പെയിൻ പോയിന്റ്സ് ആണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഈ സെയിൽസ് സ്റ്റാഫിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണം. ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് ഈ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എംപ്ലോയി അനലൈസ് ചെയ്തിട്ട് ഈ ബിസിനസ് ഓണർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ സ്വാഭാവികമായിട്ട് കാണിച്ചു കൊടുക്കും. അത് പല കമ്പനീസിലും നടക്കുന്നുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു മെത്തേഡാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ എംപ്ലോയീസിനുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പുറം കസ്റ്റമേഴ്സ് എന്ത് പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ എംപ്ലോയീസിന് അറിയാൻ മതിയോ. അപ്പൊ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ നമ്മള് there comes an opportunity, so we can sell that opportunity very easily. ശരിക്കും അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി അല്ലേ ഈ അടുത്ത് നമ്മുടെ സൊമാറ്റോയുടെ സിഇഒ അവര് മാളിൽ നിന്ന് തങ്ങളുടെ സ്റ്റാഫ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റ് മാളിൽ പോയി. അത് ശരിക്കും കസ്റ്റമേഴ്സിനായിട്ടും തങ്ങളുടെ എംപ്ലോയീസ് ഒക്കെ ആയിട്ടും അത്രയൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല, ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു കണക്ഷൻ ക്യാമ്പയിൻ ആണ് അവിടെ ആക്ച്വലി വർക്ക്ഔട്ട് ആയത്. ആളുകൾക്ക് ഒരു സിഇഒ ആക്ച്വലി ഒരു ബിസിനസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ ബിഗ് തിങ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. അത് തന്നെ അവർക്കൊരു വലിയൊരു ക്യാമ്പയിൻ ആയിട്ട് ഭയങ്കര ക്യാമ്പയിൻ ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. വലിയ രീതിയിൽ മാർക്കറ്റിംഗും പാരലലി അതിന്റെ പാരലലി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. പലപ്പോഴും വലിയ കമ്പനീസ് ഒക്കെ ഇത്തരം സ്ട്രാറ്റജീസ് ഒക്കെ പല സമയത്തും യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ റീസെന്റ് പ്യൂമ PVMA ആക്കി, ലൈക്ക് PV സിന്ധുവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അംബാസഡർഷിപ്പിന്റെ ആ ഒരു ക്യാമ്പയിൻ ലൈക്ക് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ട്. പക്ഷേ എല്ലാരും വിചാരിച്ചത് ബിൽ ബോർഡ്സിൽ ആദ്യം സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ഭയങ്കര ഡിഫറെന്റ് സ്ട്രാറ്റജി ആയിപ്പോയി. ലൈക്ക് അങ്ങനെ നമുക്കൊക്കെ ശരിക്കും അഡ്മയർ ചെയ്യാൻ പറ്റുന്ന പല ഒന്നുമില്ല. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ദ വേൾഡ്. നിങ്ങൾക്ക് പല സംഭവങ്ങളും അവിടുന്ന് കിട്ടും ഏറ്റവും ഈസി ആയിട്ട്. ലൈക്ക് അവര് ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ കോടി മില്യൺസ് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടാവാം. നമുക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ലൈക്ക് ജസ്റ്റ് ടേക്ക് ദ സ്ട്രാറ്റജി ആൻഡ് ടേക്ക് ഇറ്റ് ടു ലൈക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അതിനെ എങ്ങനെ അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും മാത്രം നോക്കിയാൽ മതി. പലപ്പോഴും പല സ്ട്രാറ്റജീസും ഇപ്പം നമ്മളൊക്കെ കൺസൾട്ടിങ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സ്ട്രാറ്റജീസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറും ക്ലയൻസിന് ഇതിനെ എങ്ങനെ കൊണ്ടുവരാം, ലൈക്ക് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒക്കെ പലപ്പോഴും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജീസ് സ്റ്റഡി ചെയ്തതിൽ ബ്രോയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏത് ബ്രാൻഡിംഗ് സ്ട്രാറ്റജി? ബ്രാൻഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് പറയുന്ന സമയത്ത്
ലസ്സി ഷോപ്പുകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേരളത്തിൽ. ലൈക്ക് ഈ അടുത്ത് ഈ അടുത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3 years മുമ്പാണ്. ഇപ്പം എല്ലാം ഷട്ട് ഡൗൺ ആയി. ഷട്ട് ഡൗൺ ആയി. ലസ്സി ഷോപ്പുകൾ മുക്കിലും മൂലയിലും ഫ്രാഞ്ചൈസികളായിട്ട് കൊടുത്ത് ആൻഡ് ദ ബിസിനസ് ഓണർ ലൈക്ക് പുള്ളി ഭയങ്കര റിച്ച് ആയി. പെട്ടെന്ന് പുള്ളിയുടെ ലൈഫിലേക്ക് ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആ ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജി ലൈക്ക് ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് വരുന്ന സമയത്ത് പല സ്ഥലത്തും ചില ലൂപ്പ് ഹോൾസ് വന്നു പോയതായിരിക്കും ഒരുപക്ഷെ. ലൈക്ക് ഇപ്പൊ ലസ്സി ഷോപ്പുകൾ നമ്മൾ കാണാത്തതും ലസ്സി ഷോപ്പുകൾ ഒരു പുതിയ വേർഷൻ പോലും ഇപ്പൊ നിലവിലില്ലാത്തതും. പക്ഷെ ആ ഒരു സമയം ഇറ്റ് വാസ് ദ വേൾഡ് ഓഫ് ലസ്സി ഷോപ്പ്. കംപ്ലീറ്റ്ലി എല്ലാ ടൗണിലും എല്ലാ നുക്ക് ആൻഡ് കോർണറിലും ലസ്സി ഷോപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ അതിന് ഓണർ ആക്ച്വലി ദസികുപ്പ. പുള്ളി ദേസികുപ്പ കൊണ്ടുവന്നു. ഇതേപോലെ എല്ലാ സ്ഥലത്തും ലസ്സി ഷോപ്പ് ആൻഡ് ദസികുപ്പ ലൈക്ക് ഇവര് സെയിം ഓണേഴ്സ് ആണ്. അവര് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസ് മോഡല് കാണുന്നതും പഠിക്കുന്നതും. കാരണം ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നില്ല KFC ഒക്കെ പോലത്തെ ഫ്രാഞ്ചൈസി മോഡൽസ് ഒന്നും കേരളത്തിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ലസ്സി ഷോപ്പ് എന്താണ് ഇങ്ങനെ എല്ലായിടത്തും തുടങ്ങുന്നത്, ഇയാൾക്ക് ലൈക്ക് എല്ലായിടത്തും തുടങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണ് ഫ്രാഞ്ചൈസിയിലേക്ക് മൗസിയൊക്കെ മൗസിയൊക്കെ വളരെ റീസെന്റ് ആയിട്ട് നല്ല രീതിയിൽ ലൈക്ക് ഫ്രാഞ്ചൈസി ബിസിനസ്. ഒബ്വിയസ്ലി ഫ്രാഞ്ചൈസി നിങ്ങൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ അതിന്റെ ലൈക്ക് വെരി നെക്സ്റ്റ് സ്റ്റേജ് അതിന് ഫ്രാഞ്ചൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇറ്റ് മേക്സ് യു ലൈക്ക്. പക്ഷെ ഞാൻ ഫ്രാഞ്ചൈസി ബിസിനസ് ഒരു തരത്തിൽ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ബ്രാൻഡിനെ വളരെ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന നമ്മളൊരു സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ മടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരളത്തിൽ ഇവിടെയുള്ള ഒരു കഫേ ഉണ്ടായിരുന്നു. ആ കഫേയുടെ ഫൗണ്ടേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ ഫ്രാഞ്ചൈസി അങ്ങനെ വലിയ രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രാഞ്ചൈസി നടത്തുന്ന ആളുകൾ ഇതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് എന്താ ഉറപ്പാന്നുള്ളത്. ഒരു ഫ്രാഞ്ചൈസി ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനിങ് എഞ്ചിനീയർ അയാൾ നോക്കേണ്ട ഒരു മെറ്റീരിയൽ ആണ് ഈ ക്വാളിറ്റി. ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? ഞാൻ അതിലേക്ക് വരുന്ന സമയത്ത് ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ലൈക്ക് എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നത് ലൈക്ക് UK എൻ്റെ റൂംമേറ്റ് ആക്ച്വലി പുള്ളി ഡങ്കിൻ ഡോണറ്റ്സിന്റെ മാനേജർ ആയിരുന്നു. ഡങ്കിൻ ഡോണറ്റ്സിൽ ഫ്ലോർ മാനേജർ ആയിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഒരു തവണ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് മിസ്റ്ററി കസ്റ്റമേഴ്സ് വരും. അതായത് ക്വാളിറ്റി ചെക്കിന്റെ ഭാഗമായിട്ട് QC മിസ്റ്ററി കസ്റ്റമേഴ്സ് വരും. ആൻഡ് ഹി ഡോണ്ട് നോ ദ ഗൈ ഈസ് ലൈക്ക് ഫ്രം ദ കമ്പനി. അവരുടെ പാരന്റ് ബ്രാഞ്ചിൽ നിന്ന് വന്ന ഒരു ക്വാളിറ്റി ചെക്കർ ആണെന്ന് പോലും അറിയില്ല. ആൻഡ് ഹി വാസ് ടെല്ലിംഗ് ടു മീ ദാറ്റ് നമ്മള് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫിംഗറിന്റെ അടയാളം ഗ്ലാസ്മേൽ വന്നു കഴിഞ്ഞാല് അതുവരെ ഇവരെ നോട്ടിൽ ഉണ്ടാവും. ആൻഡ് 2 ദിവസം കഴിഞ്ഞാൽ ഇവർക്ക് മെയിൽ വരും. ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് ആ ഷോപ്പിൽ അവരുടെ ഫ്രാഞ്ചൈസി അഗ്രിമെന്റ് മീറ്റ് ചെയ്യാത്ത എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് കറക്റ്റ് ലൈക്ക് മെയിൽ വരുമായിരുന്നു. ആൻഡ് ലൈക്ക് അതിങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നോണ്ടിരിക്കും. മന്ത്ലി 1, 2, 3 തവണ ക്വാളിറ്റീസ് എൻഷുർ ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട്. സോ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ക്വാളിറ്റി ചെക്കറായിട്ട് ക്വാളിറ്റി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫ്രാഞ്ചൈസി വിറ്റ് വീട്ടിലിരിക്കുക എന്നുള്ള പ്രതീക്ഷയിലിരിക്കരുത്. യു ആർ മേക്കിംഗ് എ ബ്രാൻഡ്. നിങ്ങളൊരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് ആ ബ്രാൻഡ് നിലനിർത്താൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ എന്ത് സിസ്റ്റംസ് കൊണ്ടുവരാൻ പറ്റുമെന്നും ഈ ക്വാളിറ്റി ചെക്കിനെ എങ്ങനെ ഓട്ടോമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനാണ്. അവിടെ ഒരു ഹ്യൂമൻ എഫേർട്ട് സ്വാഭാവികമായിട്ട് എന്തായാലും വേണം. പക്ഷെ അതിന് നിങ്ങൾക്ക് ഓട്ടോമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ബിസിനസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൊണ്ടുവരാനും അതിനെ പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാനും പറ്റും. ഈ ഫ്രാഞ്ചൈസീസ് പലപ്പോഴും ആളുകൾ ഡെവലപ്പ് ചെയ്യുന്നതും പല ലൂപ്പ് ഹോൾസും വെച്ചിട്ട് തന്നെയാണ്. ആ ലൂപ്പ് ഹോൾസ് എന്താണെന്നുള്ളത് ആ ലൂപ്പ് ഹോൾസിനെ നമ്മൾ എന്താക്കണം, കവർ ചെയ്യണം. കവർ ചെയ്ത് ഇപ്പം KFC മെക്ഡൊണാൾഡ്സ് ഒക്കെ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നില്ല. ലൈക്ക് ഒരുപാട് ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നുണ്ട്. അവര് പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. ലൈക്ക് അതർ ദാൻ ഒരു പുറത്തടിക്കുന്ന മയോണൈസ് ഇവർക്ക് ഇതിനുള്ളിൽ വിൽക്കാൻ പറ്റില്ല. അത് വിറ്റെന്ന് വെച്ചിട്ട് ഒരു QC വന്ന് പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എങ്കിലും അവർക്ക് വിൽക്കാൻ പറ്റില്ല. ഇതെന്തുകൊണ്ടാണ്? ലൈക്ക് അവർ ബിൽഡ് ചെയ്ത് വെച്ച സിസ്റ്റം പ്രോപ്പർ ആണ്. ഇപ്പം നമ്മൾ റീസെന്റ് നമ്മളൊരു കൺസൾട്ടന്റുമായിട്ട് സംസാരിച്ച സമയത്ത് ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ ഇവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 8 to 10 CR ബിസിനസ് നടത്തുന്ന ഒരാളെ എങ്ങനെ 100 crores എത്തിക്കാം, അവരുടെ വെൽത്തിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് പലരും ഒരു കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യാറുള്ളത്. അപ്പം ശരിക്കും നമ്മൾ ഈ ഒരു ലിവറേജിനൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക?
ഒരു ബിസിനസ്സിൽ വെൽത്തിനെ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാം? ഈ വെൽത്ത് അക്യുമുലേഷൻ എന്നുള്ളത് ഒരു സെക്കൻഡറി പാർട്ടായിട്ടിനെ കാണാനാണ് ഞാൻ പലപ്പോഴും പല ഓൺടർപ്രണേഴ്സിനും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ലൈക്ക് ഏർലി സ്റ്റേജിലുള്ള പല ഓൺടർപ്രണേഴ്സിനും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്, നിങ്ങൾ വെൽത്തിനെ ഫോളോ ചെയ്യണ്ട, ഉം. നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ലിവറേജസിനെ യൂസ് ചെയ്യാം. ഉം. അതായത് ഇപ്പൊ നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 4 ലിവറേജസ് നമ്മൾ മുന്നേ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ലിവറേജസ് ഉണ്ട്. ലൈക്ക് ഉം. ഒന്ന് ക്യാപിറ്റൽ ലിവറേജ്. ഉം, ഉം. ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട. ഉം. നിങ്ങളൊരു പ്രോപ്പർ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക, അതിൽ ഇന്ന ഇൻകം സോഴ്സസ് ഉണ്ടാക്കാൻ പറ്റും, ഉം. ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും, ഉം. ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഉം. ഒരു വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 10 വർഷം കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത് അതിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉം. നിങ്ങളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ റെഡിയാണ്. ഉം. ലൈക്ക് ഒരു റിട്ടേൺസിന്റെ പുറത്ത് നിങ്ങളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. ഉം, ഉം. അപ്പോൾ ആ ക്യാപിറ്റൽ ലിവറേജിനെ നിങ്ങൾ യൂസ് ചെയ്യുക. Okay. രണ്ടാമത് വരുന്ന സമയത്ത് ഇത് സ്റ്റാഫ് ടൈമിന്റെ ലിവറേജ് ആണ്. ഉം, ഉം. സ്റ്റാഫിന്റെ ടൈം, അതായത് ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് 24 hours ആണ് ഒരാൾക്കുള്ളത്. ഉം. നമ്മൾ ഇഫ് വി ആർ എ ഗ്രൂപ്പ് ഓഫ് 10 ഉം. ഇൻറ്റു 10 ആയി 240. 240 hours ആയി അതെ, അതെ. ഒരു ദിവസം നമുക്ക് കിട്ടുന്നത്. ഉം, ഉം, ഉം. ലൈക്ക് അതിന് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഉം, അതിൽ നമുക്കൊരു 100 hours ഒരു ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ആ ലിവറേജിനെ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഉം, ഉം, ഉം. മീഡിയ ലിവറേജ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് മീഡിയാസ് അവൈലബിൾ ആണ്. ഉം. ഒരുപാട് മീഡിയാസ് അവൈലബിൾ ആണ്. ലൈക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ലൈക്ക് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉം. നമുക്കുള്ള 1000 ഫോളോവേഴ്സ് ഉണ്ടാവും. അതിലൊരു അവര് 10 പേരെങ്കിലും നമ്മളോട് എൻക്വയറി എങ്കിലും ചെയ്യും അതെ, അറ്റ്ലീസ്റ്റ്. അതെ. ലൈക്ക് ആ മീഡിയാസിനെ യൂസ് ചെയ്യാം, അതിനെ യൂസ് ചെയ്ത് തുടങ്ങുക. ഉം. അതാണ് ബേസിക്കലി ലൈക്ക് ഒരു വെൽത്ത് അക്യുമുലേഷനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ആവേണ്ട കുറച്ച് മെത്തേഡ്സ് ആണ് ഇത്. ഉം, ഉം. ആക്ച്വലി ലൈക്ക് വെൽത്ത് വിൽ ഫോളോ യു. അതെ, അതെ. വെൽത്ത് ഇതിന് ബാക്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോളും. പക്ഷേ ഈ ലിവറേജസിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ലിവറേജസ്. ഉം, ഉം. ടെക്നോളജി ഈസ് സംതിങ് ലൈക്ക് നമുക്ക് പറയാൻ കഴിയാത്ത അത്ര രീതിയിൽ നമ്മൾ ടെക്നോളജി AI നെ കുറിച്ച് സംസാരിച്ചു. എഐനെ കുറിച്ച് സംസാരിച്ചു. ഉം. അത് AI അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസിലേക്ക് വരുന്ന സമയത്ത് ഉം. ടെക്നോളജിനെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഉം, ഉം. വലിയ രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതെ, അതെ. ടൂൾസ് അവൈലബിൾ ആണ്. ഈ ടൂൾസ് ഒന്നും യൂസ് ചെയ്യില്ല ആളുകൾ വെറും ബുക്കിൽ പെന്നുകൊണ്ട് എഴുതി വെച്ചിട്ട് ഉം. ഉം, ഉം. ഇപ്പോഴും കച്ചവടം ചെയ്യുന്ന പല ആളുകളും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. Like അവരൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ലൈക്ക് കുറച്ച് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് ഉം. അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അവരെ ഉം. എഡ്യൂക്കേറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉം. വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഉം. നമ്മൾ എന്താക്കുക, ആ ലിവറേജും കൂടി എടുക്കാൻ ശ്രമിക്കുക. ഉം, ഉം, ഉം. ഈ 4 ലിവറേജസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഈ 4 ലിവറേജസ് ഓൺടർപ്രണേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെൽത്ത് അവരെ ഫോളോ ഫോളോ ചെയ്തോളും. ചെയ്തോളൂ. Then ഇപ്പം they don't have to run behind the wealth. വെൽത്ത് അക്യുമുലേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാലും നമ്മുടെ ബിസിനസ്സിന് ഇപ്പോൾ ഒരു കോറായിട്ട് ഒരു ഇൻകം സോഴ്സ് ഉണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും ചില സമയമൊക്കെ ബിസിനസ്സസ് അൺസർട്ടൺ നമുക്ക് പറയേണ്ടി വരും. ആ ടൈമിൽ ശരിക്കും നമ്മുടെ ബിസിനസ്സിനുള്ളിൽ തന്നെ പല വേർട്ടിക്കൽസ് ഉണ്ടെങ്കിൽ, പല നിഷസ് ഉണ്ടെങ്കിൽ, അതൊരു സെക്കൻഡറി ഇൻകം സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഉം. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇതില് പലപ്പോഴും പുതിയൊരു ബിസിനസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഉം. ലൈക്ക് ഒരുപാട് യൂത്ത് ഉണ്ട്. ഉം. ഐഡിയാസ്, ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ് ഉള്ള ഒരുപാട് യൂത്ത് അതെ. നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ തന്നെ കുറെ മീം കാണല്ലേ, ചായ കുടിക്കാൻ പോകുമ്പോൾ Yes. നമുക്കൊരു ചായക്കട തുടങ്ങാന്ന് ഞാൻ പറഞ്ഞ്. ആക്ച്വലി ലൈക്ക് ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു ആക്ച്വലി. ലൈക്ക് എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. എവിടെ പോയാലും ബിസിനസ് എവിടെ പോയാലും എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നമുക്ക് അതിൽ കണ്ടുപിടിക്കാനും ഉം. പിന്നെ അതിൽ വെറുതെ അവരോടാണെന്നുണ്ടെങ്കിൽ പറയാനും പലപ്പോഴും ശ്രമിച്ചിട്ട് ആളുകൾ എന്നെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഞാനത് വളരെ പോസിറ്റീവായിട്ട് ലൈക്ക് അതിനെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. ലൈക്ക് ആളുകളോട് ഇത് ഡിസ്കസ് ചെയ്യും, ഇതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ കൊണ്ടുവരാനൊക്കെ താല്പര്യപ്പെടുന്ന ആളായിരുന്നു. എന്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആക്ച്വലി ലൈക്ക് ഞങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാ ബിസിനസ്സും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്, എന്റെ പാർട്ട്നേഴ്സ് ഒക്കെ. അപ്പം അവരൊക്കെ ഇതേ ഒരു കൈൻഡ് ഓഫ് ആളുകളാണ്. പക്ഷെ അവർക്ക് ഇതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ഉം. ഇഷ്ടമുള്ള ലൈക്ക് അവർ ഓൺ ഉം. ടൈമിലേക്ക് വരുന്ന സമയത്ത് ഇത് നല്ലൊരു രസമുള്ള ഒരു ഫാക്ടറാണ് ലൈക്ക് അതെ. ക്രിറ്റിസിസം. ഉം. ഒരുപാട് യൂത്ത് ഇന്ന് ഒരുപാട് ഐഡിയാസും കൊണ്ട് വരുന്നുണ്ട്, ഉം. നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട് പല സമയത്തും. അപ്പൊ അവരോടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ്, ബേസിക് അഡ്വൈസ് എന്ന് പറഞ്ഞു ഉം. കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കോർ ആക്ടിവിറ്റിന്ന് മാത്രം ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കരുത്. ഉം. നിങ്ങൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സോഴ്സസിനെ നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങൾ ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചെറിയ സോഴ്സസ്, സബ്സിഡറി ഇൻകം സോഴ്സസിനെ ബിസിനസ്സിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു ഡ്രസ്സിന്റെ ഒരു ഫാഷൻ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരാളാണ്, ഉം. ഒരു ഫിസിക്കൽ സ്റ്റോറാണ്. ഉം. അയാൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് എന്താക്കണം, ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ
സെല്ലിംഗ് പ്ലാറ്റ്ഫോമോ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റീവ്. ഒരു സബ്സിഡറി ഇൻകം ആയി. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഹീ ക്യാൻ മീറ്റ് ദ എക്സ്പെൻസ്. ഒരു മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം അതിൽ നിന്ന് വന്നാൽ മതി. ഓർ ആക്ടിവിറ്റിയിൽ നിന്ന് ഹീ ക്യാൻ വിഡ്രോ ഇസ് ഡിവിഡൻഡ് എടുക്കാം, പ്രോഫിറ്റ് എടുക്കാം, ലൈക്ക് പുള്ളിയുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഡൊണേഷൻ കൊടുക്കാം, എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം ഒരു സബ്സിഡറി ഇൻകം പ്ലാൻസ് സെറ്റ് ചെയ്യുന്നതോട് കൂടി നമുക്ക് നമ്മളെ മന്ത്ലി എക്സ്പെൻസസിന് അതിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന രീതിയിലും 100% പ്രോഫിറ്റ് ഈസ് യുവേഴ്സ് ഓൺലി. യു ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തൊരു റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തേണ്ട ഒരു സംഭവം അതിലില്ല. എന്ത് ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈക്ക് സബ്സിഡറി ഇൻകംസിനെ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് ബിസിനസ് ചെറിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻകംസിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്ലാൻ ചെയ്തിരിക്കണം. ഒരു വിഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു 5 കൈൻഡ് ഓഫ് ലൈക്ക് സോഴ്സ് ഓഫ് ഇൻകംസ് അതിൽ പ്ലാൻ ചെയ്തിരിക്കണം. അത് വർക്ക്ഔട്ട് ആവോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ലൈക്ക് നമ്മളെ എല്ലാ ബിസിനസ്സിലും ശരിക്കും ഇങ്ങനെ ഒരു സെക്കൻഡറി ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും പറ്റും. ലൈക്ക് എവറിത്തിങ്, എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. ലൈക്ക് ഓപ്പർച്യൂണിറ്റി എവിടെ, നിങ്ങൾക്ക് അതിൽ നിന്ന് 1 രൂപ ലാഭം കിട്ടിയാൽ മതി. വെറും 1 രൂപ ലാഭം കിട്ടിയാൽ 100 രൂപയുടെ എക്സ്പെൻസിന് ബാക്കി നിങ്ങൾ 99 റുപ്പീസ് കണ്ടാൽ മതി. സോ ബേസിക്കലി ഒരു ചെറിയ റൂട്ട് ഓഫ് സംഭവം അവിടെ വർക്ക്ഔട്ട് ആവട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽസിനെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു സൈഡ് അങ്ങനെ വർക്ക് ചെയ്യാനും പറ്റും. ആ ഒരു വെർട്ടിക്കലിനെ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാനും പറ്റും. പലപ്പോഴും ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ കോമൺ ആയിട്ട് ആളുകളൊന്നും ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു MSMEയിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ വർക്ക്ഔട്ട് ആവുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ റീസെന്റ് ഒരു ബിസിനസ് കോച്ചായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയായിട്ട് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് 1000 crores ബിസിനസ് നടത്തുന്ന ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് വന്ന് കോച്ചിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് നിങ്ങളുടെ GP എത്രയാണ്, നിങ്ങളുടെ NP എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല എന്താണ് GP NP എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. ശരിക്കും ഒരു ബിസിനസിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടന്റ് ആണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് ദ ബാക്ക് ബോൺ. നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്നുണ്ടെങ്കിലും ബാലൻസ് ഷീറ്റ് നോക്കുന്നുണ്ടെങ്കിലും ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഡെയിലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടും നോക്കണം. കാരണം അത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ബിസിനസ്സിലുണ്ടാവും. ഈ പൈസ ഇതൊന്നും ക്യാഷ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം മാർക്കറ്റിൽ ഒരുപാട് ഫണ്ട് കിടക്കുന്നുണ്ടാവും. ഇതിനൊന്നും ക്യാഷ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങളൊരു ഡ്യൂ റിപ്പോർട്ട് എവറി ഡേ യു ഹാവ് ടു മേക്ക്. ലൈക്ക് നമുക്ക് ഇത്ര ഫണ്ട് ഇനി വരാനുണ്ട്, ആ ഫണ്ടിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ലൈക്ക് ആ ബിസിനസ്സിനെ. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ബിസിനസിന്റെ ലീക്കേജസ് വരെ മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് എവിടെ ഫണ്ട് നിങ്ങൾക്ക് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ലൈക്ക് വെറുതെ ഒരു ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത് വരപ്പിക്കുക. കഴിഞ്ഞ മാസം സ്റ്റാഫ് എക്സ്പെൻസ് ഇത്ര ആയിരുന്നു, അല്ലെങ്കിൽ സ്റ്റാഫ് റീറ്റൈൻമെന്റ് എക്സ്പെൻസ് ഇത്ര ആയിരുന്നു, സ്റ്റാഫ് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഇത്ര ആയിരുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്പെൻസസിനൊക്കെ ഒരു ചാർട്ടൊക്കെ ഡ്രോ ചെയ്തിട്ട്, ഒരു 1 ഇയറിലേക്ക് ചാർട്ടൊക്കെ ഡ്രോ ചെയ്തിട്ട് അത് ഏത് മന്താണ് ഹൈ വന്നത്, എന്തുകൊണ്ടാണ് ഹൈ വന്നത്, അതുപോലെ തന്നെ പല രീതിയിലും ഗ്രോസിനെ എഫക്ട് ചെയ്യുന്ന, GPA ഒക്കെ എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനും നമുക്ക് ജസ്റ്റ് റിപ്പോർട്ട് നോക്കി മാത്രം മനസ്സിലാക്കാൻ പറ്റും. അത് ഇന്നും ആളുകൾക്ക് അറിയില്ല. റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതിന്റെ ലീക്കേജസ് എവിടെയാണ് ഇതിന്റെ ലീക്കേജസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നതൊന്നും ആളുകൾക്ക് അറിയില്ല. ശരിക്കും ഓൺട്രപ്രണേഴ്സ്, ബിസിനസ് ഓണേഴ്സ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ അവർക്ക് വായിക്കാം, എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താക്കാം, എല്ലാവർക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്വാഭാവികമായിട്ട് അവർ ഫേമിൽ ഉണ്ടാവും. അവരെടുത്ത് പോയി ഇരുന്നിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. അത് മതി ശരിക്കും. നിങ്ങൾക്ക് ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിലെ ലീക്കേജസും ബിസിനസിന്റെ കോസ്റ്റും പല സ്ഥലത്തും കോസ്റ്റ് ഓഫ് സെയിൽസും ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ എഫക്റ്റീവ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ എവിടെയാണ് ബ്ലീഡ് ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. ശരിക്കും എന്തൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെയാണ് അതിന്റെ ഒരു കീ ഏരിയാസ് എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? ഇതിലേക്ക് വരുന്ന സമയത്ത് ഓൺട്രപ്രണേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഡീപ് ഡൈവ് ചെയ്യേണ്ട 4 ഏരിയാസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്ലി നിങ്ങളുടെ ബിസിനസിന്റെ ബഡ്ജറ്റ് എന്താണ് എന്നുള്ളത് ഓൺട്രപ്രണർ നിർബന്ധമായിട്ടും, നിങ്ങളുടെ ബിസിനസിന്റെ ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും ഡ്രാഫ്റ്റ് ചെയ്തിരിക്കണം. സോ അതിൽ സെക്കൻഡ് വൺ നമ്മൾ നോക്കുന്ന സമയത്ത് സെയിൽസിന്റെ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്തിരിക്കണം. ഡ്യൂ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ലൈക്ക് ഒരു ബിസിനസ്സിൽ എങ്ങനെ ഈ ഡ്യൂ വരുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഡ്യൂ വരുന്ന സംഭവത്തിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിർബന്ധമായിട്ടും നിങ്ങളെ ബിസിനസ് തകർന്നു പോകും.
ഈ ഡ്യൂ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓക്കെ. നിർബന്ധമായിട്ടും. കാരണം പ്രോഫിറ്റ് ഒരുപാട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഉം. നിങ്ങൾക്ക് അത് പ്രോഫിറ്റിനെ ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉം. നിങ്ങളുടെ ബിസിനസിന്റെ ഡെയിലി ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി എന്തായി പോകും? കളം തെറ്റും. താളം തെറ്റിപ്പോവും. ഉം, ഉം. അപ്പം എപ്പോഴും ഡ്യൂവിനൊരു സിസ്റ്റം, ഡ്യൂവിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അലേർട്ടുകളായിട്ടും പിന്നെ മാനുവൽ അലേർട്ടുകളായിട്ടും ഓട്ടോമേറ്റഡ് അലേർട്ടുകളായിട്ടും ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഓൺപ്രണേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചേ പറ്റൂ. കാരണം ഉം. അത് ഫണ്ടാവണം. മാർക്കറ്റിൽ കിടക്കുന്ന ഫണ്ട് ഉം. നമ്മളെ കയ്യിലേക്ക് വരുത്തണം. ഉം, ഉം. അവിടെയാണ് നമ്മൾ എന്താക്കേണ്ടത്? ഈ 4 കീ പോയിന്റ്സിനെ എപ്പോഴും നമ്മൾ ഡീപ് ഡൈവ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. കാരണം സ്ട്രോങ് ആയിട്ട് ഒരു ടീമില്ലേ നമുക്ക് ആ അതെ. ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉം. പറ്റില്ല. സാധാരണ ഇപ്പം MSME ഒക്കെ നടക്കുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നല്ല സ്റ്റാഫ് ഉണ്ടെങ്കിലും അവർക്ക് വേണ്ട ഒരു അപ്രിസിയേഷൻ ഒക്കെ കൊടുത്താലും മോണിറ്ററി ബെനിഫിറ്റ്സ് നമുക്ക് ചിലപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് വേണ്ട കൊടുക്കാൻ പോലെ നമുക്ക് പറ്റില്ല. ചെയ്യാൻ അതെ. പറ്റുന്നുണ്ടാവില്ല. അപ്പം അത് എംപ്ലോയി റിട്ടൻഷനെ നല്ലോണം എഫക്ട് എഫക്ട് ചെയ്യുന്ന അതെ ചെയ്യാറുണ്ട്. പൊതുവെ ഉണ്ടാകുന്ന ഒരു കേസാണ്. അതായത് അതെ ഒരു പുതിയ എംപ്ലോയി എടുത്ത് അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് അതെ ഒരു 3 മന്ത്സ് കഴിയുമ്പോൾ ഉം, അവർ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് അവർ പോവാ. അതെ അടുത്ത എംപ്ലോയി വരാ. ചിലപ്പോൾ അവര് ലോങ് ടേം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മനസ്സിലാവും. വേണ്ട ബെനിഫിറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാനും കൊടുക്കാൻ പറ്റും. പറ്റും. ഇതിൽ ബേസിക്കലി പലപ്പോഴും MSMEസിലൊക്കെ ആളുകൾ ഈ സിസ്റ്റം ക്രിയേഷന്റെ ഭാഗം തന്നെയാണ് ആക്ച്വലി ഇതൊക്കെ വരുന്നത്. ഉം, കാരണം ഇൻഡെക്സുകൾ നോക്കിയിട്ട് ഇപ്പോഴും സ്റ്റാഫിനെ റിട്ടൈൻ ചെയ്യാൻ പല ഉം, ഓൺടർപ്രണേഴ്സിനും അറിയില്ല. ഉം. ഉം, അതായത് KPI CGL ഒക്കെ പോലത്തെ സ്റ്റാഫിംഗ് ഇൻഡെക്സുകൾ ഒരുപാടുണ്ട്. ഉം, ഉം, ഉം. ഇതിനെ നിങ്ങൾക്ക് പ്രോപ്പർലി ഓൺടർപ്രണേഴ്സിന് പ്രോപ്പർലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉം. ഉണ്ടാക്കിയ ടൂൾസ് തന്നെയാണിത്. ഉം, ഉം, ഉം. ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാം? ഇപ്പം ഒരാളെ കീ പെർഫോമൻസ് നോക്കിയിട്ട് ഉം. ഓരോ മാസവും ഇതിനെ അനലൈസ് ചെയ്ത് അയാളുടെ പെർഫോമൻസ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കാനും ഉം. ആ പെർഫോമൻസിന് വേണ്ട ഏരിയയിലേക്ക് ഇപ്പം എല്ലാവർക്കും ഒരേ സ്കിൽ ആയിക്കൊള്ളുന്നില്ല. ഉം, ലൈക്ക് ഉം. സെയിൽസിൽ സ്കില്ലുള്ള ആളുകൾ ഉണ്ടാവാം, ഉം. മാർക്കറ്റിംഗിൽ സ്കില്ലുള്ള ആളുകൾ ഉണ്ടാവും. അതെ, അതെ. ഇവരെ യൂസ് ചെയ്യേണ്ട ഏരിയാസിലേക്ക് മാറ്റി യൂസ് ചെയ്യാനൊക്കെ ഉം. ഈ പറഞ്ഞ ഇൻഡെക്സുകൾ നമുക്ക് പലപ്പോഴും പറ്റും. ഉം, ഉം. ഈ സ്റ്റാഫിനൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവുന്ന കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വർക്കിംഗ് കൾച്ചർ കൊടുക്കാൻ പറ്റണം, ഒരു ഉം. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ ഉം, പറ്റണം. ഉം. ഇപ്പം മാർക്കറ്റിംഗ് സ്കില്ലുള്ള ഒരാളെ കൊണ്ട് ഈ സെയിൽസിൽ ഇട്ടിട്ട് വെറുതെ പിന്നെ ടെൻഷനാക്കി കാര്യം. വെറുതെ അയാളെ ടെൻഷനാക്കി അയാൾക്ക് ആ റിസൾട്ടും തരാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മോണിറ്ററി ബെനിഫിറ്റിനേക്കാളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലേ ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം. അതെ. അതായത് ഇപ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പിന്നെ ജെൻസി വൈബിലുള്ള ആളുകൾക്കൊക്കെ പൊതുവേ ഇഷ്ടമുള്ളത് ലൈക്ക് അവർക്കൊരു നല്ല വർക്ക് കൾച്ചർ കൊടുക്കുക, അതെ. ഒരു നല്ല അറ്റ്മോസ്ഫിയർ, വർക്ക് ചെയ്യാൻ ഒരു ഫീൽ ഫ്രീ ഉം, അറ്റ്മോസ്ഫിയർ കൊടുക്കുക. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ ആളുകൾക്ക് കൊണ്ടുവരാനും ലൈക്ക് അവരെ നമ്മുടേതായിട്ട് തന്നെ നമുക്ക് പിടിച്ചു നിർത്താനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം. ലൈക്ക് ഒരു എംപ്ലോയർ എന്നുള്ളതിനൊക്കെ അപ്പുറം ലൈക്ക് നമ്മളൊരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫിനെയും കൂടി ഉം. ലൈക്ക് അവരുടെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവരെയും കൂടി ഇവരുടെ കൂട്ടത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റി, ഉം. അവർ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യിക്കാൻ പറ്റി, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. പ്രൂവൺ ടെക്നോളജീസ് ആണ്. ഇപ്പം ഉം, ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് അറിയാമല്ലോ. ഉം, ഫേസ്ബുക്കിനൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് ഉം. കേട്ടിട്ടുള്ള സക്കർബർഗിന്റെ ഓഫീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഫീൽ ഫ്രീ ആയിട്ട് ഉം. അവർ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്കീസ് ആണ്. അതെ, അതെ. ടെക്കീസ് പൊതുവെ അങ്ങനെയാണെന്ന് പറഞ്ഞു ഉം, കേട്ടിട്ടുണ്ട്. ഉം, പക്ഷെ ഉം. ലൈക്ക് നമുക്കൊക്കെ നമ്മുടെയൊക്കെ സിസ്റ്റത്തിലേക്ക് ശരിക്കും കൊണ്ടുവരേണ്ടത് അതാണ്. ഉം, ലൈക്ക് ഉം. ആളുകൾക്ക് ഫ്രീ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാനും ഉം. നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു കൾച്ചറും അറ്റ്മോസ്ഫിയറും ഉണ്ടാക്കി കൊടുക്കാണ് എനി ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടും ഉണ്ടാവും. നല്ല റിസൾട്ട് ഉണ്ടാവും, ഉം. നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഉം. കാരണം ആളുകൾക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിലും ആർട്ട് ഉണ്ട്. അതെ. എവ്രിവെയർ ദർ ഇസ് ആർട്ട്. ലൈക്ക് സെയിൽസിൽ ഉം. ഒരു ആർട്ടിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഉം, ഉം, ഉം. അപ്പം അവർക്ക് വേണ്ട ഒരു കൾച്ചർ കൊടുത്ത് നമുക്ക് വേണ്ടത് ഇതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇതിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം ലൈക്ക് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഉം, ഓൺടർപ്രണേഴ്സ് ഒരിക്കലും പറഞ്ഞു കൊടുക്കൂല എന്റെ വിഷൻ ഇതാണ്, അല്ലെങ്കിൽ ഒരു ഉം, വർഷം കഴിഞ്ഞ് എന്റെ ബ്രാൻഡ് എത്തേണ്ടത് ഇവിടെയാണ്, ഉം, ഉം. അത് നീ എത്തിച്ചേരണം, അല്ലെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം അത് എത്തിക്കാൻ, നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും ഓൺടർപ്രണേഴ്സ് പലപ്പോഴും പറയില്ല. പറയാറില്ല. നിനക്ക് ടാലി അറിയോ, മൈക്രോസോഫ്റ്റ് ഉം, എക്സൽ ഉം, അറിയോ, അതറിയോ ഇതറിയോ, ഇംഗ്ലീഷിൽ പ്രൊഫഷ്യൻസി ഉണ്ടോ എന്നൊക്കെ ഉം. പലപ്പോഴും നോക്കാറുള്ളൂ. Like, അവർക്കിത് പറഞ്ഞു കൊടുക്കുക, ഉം. എംപ്ലോയീസിന് ഇത് പറഞ്ഞു കൊടുക്കുക, അവരെ നമ്മളെ കൂടെ ട്രാവൽ ചെയ്യാൻ ഉം, പഠിപ്പിക്കുക, നമ്മളോട് കൂടെ വളരാൻ വേണ്ടി പഠിപ്പിക്കുക. ആ സമയത്ത് നമുക്ക് പലപ്പോഴും എംപ്ലോയീസിനെ നല്ല രീതിയിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരുമ്പോൾ നമ്മളെ കൂടെ വളരാൻ വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യും. ഉം, ഉം, ഉം. നമ്മൾ നല്ല ലൈഫ് സ്റ്റൈലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും നല്ല ലൈഫ് സ്റ്റൈൽ എടുക്കും. അപ്പോൾ ഹൈലൈറ്റ് ഒക്കെ ഉം. റീസെന്റ് ലൈക്ക് അങ്ങനെ ആ, വളരെ അതെ, വലിയ അതെ, മൂവ് അതെ. എടുത്തു. ഒരു അതെ. വലിയ വലിയ കാറുകളാണ് ആക്ച്വലി ഉം. ലൈക്ക് അവർ എംപ്ലോയീസിനൊക്കെ സ്റ്റാഫ്സിന് കൊടുത്തത്. കൊടുത്തത്. അതെ. അതെ. ആ സ്റ്റാഫ് ഒന്നും ഒരു കാലത്തും അവരെടുത്ത് മേ ബി ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ആയിരിക്കാം കേട്ടോ ഉം, അവര്. ഉം, ഉം. പക്ഷെ എങ്കിൽ പോലും ആ സ്റ്റാഫ്സ് ഒന്നും അവരുടെ അടുത്ത് ഒരു കാലത്തും പോകാൻ ചാൻസ് ഇല്ല. Yes. കാരണം ലൈക്ക്
ആളുകൾക്ക് കൺവീനിയൻസും ഉം. കൾച്ചറും അതുപോലെ തന്നെ ലൈക്ക് ഒരു ഇഷ്ടവും ആ ഫേമിനോട് അത് എന്റേതാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റാഫ് അതിനെ വളർത്താൻ ശ്രമിക്കുകയാണ്. അതെ അതെ ഉം. സ്വാഭാവികമായിട്ടും അതിന് ആ ഒരു രീതിയിലേക്ക് എംപ്ലോയറും മാറാനുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്ട്. ഉം. ഇപ്പം ബിയോണ്ട് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന പല ബിസിനസ്മാൻസിനും നിങ്ങൾ എന്തെങ്കിലും സക്സസ് ടൂൾസ്, അതായത് ഞങ്ങളുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സക്സസ് ടൂൾസ് പ്രയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? സോ ബേസിക്കലി ഉം. അതൊരു മിത്താണ്. ആക്ച്വലി ഒരു സക്സസ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ്സിന് നമുക്ക് ഒരു 100% സക്സസ് പറയാൻ പറ്റില്ല. ആഹാ. ബിസിനസ് സക്സസ് ഈസ് ഓൾവേസ് സംതിങ് ലൈക്ക് നിങ്ങൾ എത്രത്തോളം സ്ട്രാറ്റജീസിന് അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നു, ഉം. നിങ്ങൾ എന്ത് സിസ്റ്റം അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഉം. നിങ്ങൾ എങ്ങനെ അത് ഓട്ടോമൈസ് ചെയ്യുന്നു, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ബിസിനസ്സിന്റെ സക്സസ് വരുന്നത്. ഉം. ഉം. നിങ്ങൾക്ക് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഈ ഇതിനോട് കണക്ട് ചെയ്ത് നമ്മളൊരു പോയിന്റ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പല ഓൺടർപ്രണേഴ്സും തയ്യാറാവാറില്ല. ഉം. ഉം. അല്ലെങ്കിൽ വെറുതെ വെബ്സൈറ്റിൽ കൊടുക്കാനും ഉം. പോർട്ട്ഫോളിയോയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വിഷനൊക്കെ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഉം. ജസ്റ്റ് സിമ്പിളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കോണ്ടന്റ് റൈറ്റേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് പലപ്പോഴും ചെയ്യാറ്. ഉം. അങ്ങനെയല്ല ഒരു വിഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഉം. ഒരു വിഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊരു പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഉം. പ്രോപ്പറായിട്ട് ഇരുന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് ഇത്ര സമയം കൊണ്ട് ഇത്ര ഇന്ന ചെക്ക് പോയിന്റ്സിലെത്തി ഉം. ഇത്ര ഇന്ന മൈൽ സ്റ്റോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രോപ്പറായിട്ട് അതിൽ കൊടുത്തിട്ട് വേണം എന്താക്കാൻ ഒരു വിഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്യും. കൊണ്ടുവരേണ്ടത്. അപ്പം അതിൽ ഈവൻ നിങ്ങൾ പലപ്പോഴും ഓൺടർപ്രണേഴ്സ് അതിൽ കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസിന് എന്ത് ലൈഫ് സ്റ്റൈലും കൂടി കൊടുക്കാൻ പറ്റും. ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എംപ്ലോയിക്ക് ഞാനൊരു കാർ വാങ്ങി കൊടുക്കും എന്നുള്ളൊരു വിഷനൊക്കെ ശരിക്കും വിഷനിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഉം. 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 അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളി അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉം. സ്വാഭാവികമായിട്ടും നമ്മളെ അതെ. ഗ്രോത്ത് ആ ലെവലിൽ ലെവലിൽ എത്തണം. അതെ അതെ എത്തിയിട്ടുണ്ടാവണം. അതെ അതെ. ഉം. അപ്പം അവർക്കും ആ വിഷൻ പറഞ്ഞു കൊടുക്കുക, ഉം. 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 ഇതാണ് എൻ്റെ വിഷൻ, ഉം. അതിന് വേണ്ടിയിട്ട് നീ വർക്ക് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഉം. എന്റെ വളർച്ച ഇത്രയായിരിക്കും, ഉം. നിന്റെ വളർച്ചയും അതിന് കൂടെ തന്നെ ആയിരിക്കും ഉം. എന്നുള്ളതൊക്കെ ഉം. പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യണം. ഉം. ഉം. കാരണം നമ്മളിപ്പം ബിയോണ്ട് ദ ബിസിനസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സക്സസ് ടൂള് അല്ലെങ്കിൽ എ ജിൻ കംസ് ഫ്രം എ ബോട്ടിൽ ഉം. റബ്ബ് ചെയ്യുമ്പം ജിന്ന് പുറത്ത് വന്നിട്ട് ബിസിനസ് ഉം. നടത്തി കൊടുക്കുക എന്നുള്ളൊരു സംഭവം അല്ല ആക്ച്വലി ഉം. നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നോർമലി ഒരു ബിസിനസ് കൺസൾട്ടിങ് ഫേം ആകുമ്പം അവർ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ സാധനങ്ങളില്ല. അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ നിങ്ങൾ നല്ല രീതിക്ക് സ്റ്റഡി ചെയ്യൂ, ഉം. അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിലും ബ്രാൻഡിങ്ങിലും ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ, അങ്ങനെ ഇങ്ങനെ കുറച്ച് പൊടിക്കൈകൾ ഉണ്ടാവില്ലേ ഉം. നിങ്ങളുടെ സൈഡിൽ നിന്ന്? അങ്ങനെ എന്തെങ്കിലും? അല്ല, ഒബ്വിയസ്ലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ക്ലയൻസിന്റെ ഉം. 360 ഡിഗ്രി അനാലിസിസ് റിപ്പോർട്ട് ഇനീഷ്യലി നമ്മൾ എടുക്കും. ഉം. കംപ്ലീറ്റ്ലി ഇപ്പോൾ ബ്രോ നമ്മളെടുത്ത് ഒരു ബിസിനസ് കൊണ്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉം. നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്നുള്ളത് ഉം. കംപ്ലീറ്റ് 360 വ്യൂ നമ്മൾ എടുത്തിട്ട് ഉം. അതിലെന്ത് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഉം. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് അതിനൊരു ആൻസർ പറയാൻ പറ്റില്ല. ഉം. ഉം. കാരണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉം. നിങ്ങൾ അപ്സെൽ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത്, പുതിയ സർവീസ് കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഉം. സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. ഓക്കെ. ഞാൻ അതിനെയൊക്കെ പഠിച്ച് അതിന്റെ മെത്തേഡ്സ് എന്താണെന്ന് അനലൈസ് ചെയ്ത് ഉം. അതിലേക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസിനെ കൊണ്ടുവരാമെന്ന് പഠിച്ച് ബ്രോയുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ എന്ത് കാര്യം അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത്, ഉം. എൻ്റെ എഫേർട്ട് അതിലിടുന്നതും എൻ്റെ റിസോഴ്സസിനെ ഞാൻ അതിലേക്ക് ടൈം ഡെലിഗേറ്റ് ചെയ്യുന്നതും. ഉം. ഉം. ലൈക്ക് എനിക്ക് ഓൾറെഡി എനിക്കൊരു ടീം ഉണ്ടായിരിക്കും, ഓൾറെഡി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന തേർഡ് പാർട്ടി വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഉം. ഇവർക്കൊക്കെ ഇവരുടെ റിസോഴ്സസിനെ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നോക്കുന്നത് നിങ്ങളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. ഉം. ഉം. സോ ഞങ്ങൾ ഒരിക്കലും പറയില്ല ഞങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിനെ ഞങ്ങൾ സക്സസ് ആക്കി തരും എന്നുള്ളത്. ഉം. ഉം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തരാനും സക്സസ്സിലേക്കുള്ള വഴി തെളിച്ചു തരാനും ഞങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ. ആ ബിസിനസ്സിനെ നിങ്ങൾക്ക് റൺ ചെയ്ത് പ്രോഫിറ്റിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അനദർ ഗെയിം. ഉം. ഉം. അത് വേറെ ഗെയിമാണ്. ഇപ്പം കുറെ ആയിട്ട് ശരിക്കും എക്സ്പോർട്ട് ബിസിനസിനെ ഗവൺമെന്റ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ലോക്കലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പം ആസ് എ കൺസൾട്ടന്റ് ഈ ഒരു രീതിക്ക്, അതായത് ഇന്റർനാഷണലി ബിസിനസ് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് വരാൻ ഓപ്പർച്യൂണിറ്റി capable ആയിട്ടുള്ള ബ്രാൻഡ്സിന് അതിനുള്ളൊരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? യെസ്. അത് ഈ എക്സ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും
പല കൺട്രീസും ഉം. എക്സ്പോർട്ടിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യും. ഉം. കാരണം അവരുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ കറൻസി അതെ വരികയാണ്, അതെ നമ്മളെ അതെ അതെ അതെ. നമ്മുടെ GDPയിലേക്ക് ജി ഡി വരികയാണ്. പിയിലേക്ക് വരിക. അപ്പം പലപ്പോഴും GDP ഹയറൊക്കെ ആവുന്ന സമയത്തും ഉം. ഈ ഫോറിൻ കറൻസിന്റെ ഹയർ പ്രൈസ് ഒക്കെ വരുന്ന സമയത്ത് ഉം. പല ഗവൺമെന്റ്സും മിക്കവാറും ഗവൺമെന്റ്സ് എന്താക്കുന്നുണ്ട്, ഉം. പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന കൺട്രീസിനെ പലപ്പോഴും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഉം. ഇന്ത്യനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പലപ്പോഴും ഇമ്പോർട്ടിനേക്കാളും എക്സ്പോർട്ടിനാണ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത്. ഉം. കാരണം ഫോറിൻ കറൻസിയുടെ കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഉം. ഇന്ത്യക്ക് എപ്പോഴും നല്ല രീതിയിലുള്ള GDPയിലേക്കുള്ള ഡൊണേഷൻസ് വരുന്നുണ്ട്. അതെ. അതിനൊക്കപ്പുറം ഇന്ത്യയുടെ എക്സ്പോഷർ മാറ്റാനും പറ്റുന്നുണ്ട്. ഇപ്പം ഉം. നമുക്ക് ഇന്ത്യയിലേക്ക് ഫാഷൻ, അതായത് ഗാർമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഭയങ്കര ലിമിറ്റേഷൻസാ. ഉം. ഭയങ്കര രീതിയിലുള്ള ലിമിറ്റേഷൻസാ. അതൊന്നാമത് നല്ല ഗാർമെന്റ് മാനുഫാക്ചറേഴ്സ് ഇന്ത്യയിൽ തന്നെ ലൈക്ക് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഗാർമെന്റ് അതെ. മാനുഫാക്ചർ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉം. എങ്കിൽ പോലും ലൈക്ക് അതിന്റെ ഒരു GDP വൈസ് നോക്കുന്ന സമയത്ത് ഉം. GDP ലോവർ ആയിട്ടാണ് അവിടെ പലപ്പോഴും കാണാറ്. അപ്പം പല ഉം. ഗവൺമെന്റ്സും പല കൺട്രീസും എക്സ്പോർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉം. അപ്പൊ നമ്മളെ അടുത്ത് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് വരുന്ന പല ക്ലയൻസ് പുതിയ പ്രോഡക്ട്സ് കണ്ടുപിടിച്ചൊക്കെ കൊണ്ടുവരുന്ന ക്ലയൻസിനെ പലപ്പോഴും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യും. ലൈക്ക് ഒരു ഉം. എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഉം. പലപ്പോഴും നമ്മൾ ഉം. ശ്രമിക്കാറുണ്ട്. ഉം. ലൈക്ക് ഓക്കെ. അത് ഓൾവേസ് ലൈക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കുമ്പോൾ 10 രൂപ കൊടുക്കുന്നുണ്ട്. ഉം. പുറത്ത് പോയിട്ട് ഒരു US പോയിട്ട് ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ സെയിം $1 തന്നെയാണ്, അതെ. അല്ലെങ്കിൽ ഒരു $2 ആണ് കൊടുക്കുന്നത്. ഉം. ഇറ്റ് കംസ് ടു നിയർലി 200 റുപ്പീസ്. ഉം. നീറ്റ്. 200 രൂപയിലേക്ക് മാറി. ഉം. അതിലൊരു ഉം. അതെ. 10% എക്സ്പെൻസ് ഉണ്ടാവും. എങ്കിലും ഉം. ബാക്കി 90% നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണ്. സോ വാട്ട് എവർ ബിസിനസ് യു ഹാവ് ട്രൈ ടു കൺവേർട്ട് ഇൻ ടു എ ഡോളർ ബേബി. ഓക്കെ. ഉം. അതിനൊരു ഡോളർ ബേബി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ബെറ്റർ. ഇപ്പം ഉണ്ടാക്കുന്നതിന് ഒരു 5 ടൈംസ് എങ്കിലും ഒരു 10 ടൈംസ് എങ്കിലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, എക്സ്ട്രാ ഇൻകം എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ജനറേറ്റ് ചെയ്യാൻ ചെയ്യാൻ, പറ്റും. ഇപ്പൊ പ്രോഫിറ്റ് ഫ്രീ ജനറേറ്റ് ട്രേഡ് ചെയ്യാൻ ഒക്കെ പറ്റും. ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് അതെ, ഫ്രീ ട്രേഡ്സ് ഒരുപാട് ഉണ്ടെങ്കിലും ഉം. പിന്നെ ഇന്ത്യ ഇമ്പോർട്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വളരെ കുറവാ. കുറവാണ്. ഇപ്പൊ എക്സ്പോർട്സ് ആണ് ഇന്ത്യക്ക് ഇപ്പോഴും. ഉം. ഇമ്പോർട്ട് ആകുന്ന സമയത്ത് ഈ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി എപ്പോഴും ഗവൺമെന്റ് റഡാറിലാണ് ഉണ്ടാവുക. ഓക്കെ. കംപ്ലീറ്റ്ലി ലൈക്ക് 24/7 ഉം. സർവേലൻസിലാണ് ആക്ച്വലി ഉം. ലൈക്ക് ഉം. ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് പലപ്പോഴും. റിസ്ക് ആണ് അത്. റിസ്ക് ഫാക്ടർ തന്നെയാണ്. കാരണം ഉം. ക്വാളിറ്റി പ്രശ്നമാണ്, ഉം. അതല്ലാത്ത എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഉം. പിന്നെ അങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സും ബേസിക്കലി ലൈക്ക് ഇവർ നോക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ പുറമെ നമ്മുടെ മണി അങ്ങോട്ട് പോകും. അതെ, നമ്മളെ പൈസ അങ്ങോട്ട് ഉം. പോകുന്നുണ്ട്. ഉം. അപ്പം ഉം. അതൊക്കെ ഭയങ്കരമായിട്ട് GDPനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ലൈക്ക് ആ റഡാറിൽ കീപ്പ് ചെയ്യുന്നത്. ലൈക്ക് അങ്ങനത്തെ പ്രോഡക്ട്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് മാക്സിമം അതിന് ഉം. ലൈക്ക് ഗൈഡ് ലൈൻസും ലിമിറ്റേഷൻസും കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പലപ്പോഴും പിന്നെ ക്ലയൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ പലപ്പോഴും പറയാറ്, നിങ്ങൾ മാക്സിമം ലൈക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ബിൽഡ് ഉം. ചെയ്തിട്ട് എക്സ്പോർട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് പുറത്തേക്ക് നല്ല സപ്ലൈസ് ഒക്കെ പുറത്ത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉം. ലൈക്ക് പുറത്ത് നമുക്ക് വെറുതെ മെയിൽ അയച്ചിട്ട് ലൈക്ക് ഫോണിൽ സെർച്ച് ചെയ്താൽ പോലും നമുക്കിപ്പോൾ ഒരു FMCG നമുക്ക് പുറത്തേക്ക് ഉം. ഉം. കൊണ്ടുപോകണം, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ ഉണ്ട്. ഉം. ലൈക്ക് അവര് പിന്നെ പേയ്മെന്റ് ഒക്കെ ലൈക്ക് പക്ക ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉം. ഉം. സിസ്റ്റംസ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. ഉം. ഉം. ജസ്റ്റ് റിസർച്ച് ആൻഡ് ട്രൈ ടു ഡു ദാറ്റ്. പലപ്പോഴും ലൈക്ക് 10 ടൈംസ് ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് ഓക്കെ. റിസ്ക് ഈസ് സെയിം. ഏർണിംഗ് ഡോളർ ആൻഡ് സ്പെൻഡ് ഇൻ റുപ്പീസ്. അതെ, ഏർണിംഗ് ഡോളർ ആൻഡ് സ്പെൻഡ് റുപ്പീസ് വളരെ അതെ. സിമ്പിൾ മെത്തേഡാ അത്. കാരണം ബോത്ത് ആർ റിസ്ക് രണ്ടിനും സെയിം ആണ് ആക്ച്വലി. ഉം. നമ്മൾ എടുക്കുന്ന റിസ്ക് ഇവിടെ എടുക്കുന്നതും അവിടെ എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി അതിനെ സക്സസ് ആക്കി എടുക്കാനുള്ള റിസ്ക് ഈ സെയിം. ഉം. അതിന് നിങ്ങൾക്ക് അവിടെ മാർക്കറ്റ് ചെയ്താൽ പോരെ, അവിടെ സെൽ ചെയ്താൽ പോരെ. ഉം. നമുക്ക് ഇവിടെ ഇരുന്ന് അവിടെ മാർക്കറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇന്നുണ്ട്. ഉം. ഉം. ഡിജിറ്റൽ അതെ മാർക്കറ്റിംഗ് അതെ. ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഉം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊരു എസ്റ്റാബ്ലിഷ്മെന്റ് വന്ന് നമ്മൾ പിന്നെ ഫിസിക്കൽ മാർക്കറ്റിംഗിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ പല പല കൈൻഡ്സും ഇന്ന് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ഉം. എനിവർ ഇൻ ദ വേൾഡ് ഉം. ഉം. എനിവർ ഇൻ ദ വേൾഡ് എല്ലാം നമുക്ക് ഇന്റർനെറ്റിൽ ഇന്ന് അവൈലബിൾ അതെ ആയിട്ട് അതെ. വളരെ സിമ്പിൾ ആയിട്ട് 1 ക്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. You don't have to see the whole staircase. Just take the first step എന്നുള്ള ഒരു മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കോട്ടുണ്ട്. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചും നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഫേസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഒരു കൺസൾട്ടന്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് ഒരു ബിസിനസ് പോവുക, ഒരു സ്ട്രഗിൾ എത്തുന്ന സമയത്ത് ഇത് ഇട്ടിട്ട് പോണോ അതോ ഇനി മുന്നോട്ട് ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ശരിക്കും ഒരു ബിസിനസിന്റെ ഫേസസ്?
നമ്മൾ പലപ്പോഴും പിന്നെ ബിസിനസിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ പലപ്പോഴും കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യാറ് ചാൻസസ് വളരെ കുറവാണ്. ഉം. പലപ്പോഴും അഡ്വൈസസിനൊക്കെ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഉം. ഇതിനൊരു ക്രിയേഷൻ ലെവലിൽ ഒന്നും പലപ്പോഴും കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യില്ല. ഉം. ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഉം. അതിനെ സക്സസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് മാറ്റാൻ ഒരു പക്ഷേ കൺസൾട്ടന്റ്. കൺസൾട്ടൻസിനെ പലപ്പോഴും അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. സോ നിങ്ങളൊരു പിന്നെ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദ വെരി ഫസ്റ്റ് തിങ് ലൈക്ക് സ്റ്റെപ്പ് ഇൻ ടു ദ ബിസിനസ്. ഉം. നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങുക ആദ്യം. ഉം. എന്നിട്ട് അതിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുക. ഉം. നിങ്ങൾ അതിനെ നിലനിർത്താൻ ശ്രമിക്കുക. ഉം. നിലനിർത്തി സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുക. ഉം. ലൈക്ക് നിങ്ങളൊരു ബ്രേക്ക് ഈവനിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഉം. എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് സക്സസിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. എപ്പോഴും ഓൾവേസ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഉം. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, അതിൽ നിലനിൽക്കുക, പിന്നെയും നിലനിൽക്കുക, വീണ്ടും നിലനിൽക്കുക, പിന്നീടും നിലനിൽക്കുക, സസ്റ്റെയിൻ ചെയ്യുക, സ്റ്റേബിൾ ആവുക, സക്സസ് കൊണ്ടുവരിക. അപ്പൊ ബിയോണ്ട് ദ ബിസിനസ്സിന് ഇതേപോലെ തന്നെ ഒരുപാട് സക്സസ് ഇനി ഉണ്ടാവട്ടെ എന്ന് താങ്ക് യു സോ ആശംസിക്കുകയാണ്. മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.